हरे कृष्णा सर्वम कृष्ण अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय। ओम श्री माത്രേ നമഃ. ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ സ്കന്ദപുരാണത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. സുഖം രാഘവൻ പ്രഭു. സുശീല മാതാജി അല്ലേ? സുഖം. ഹര ഹര മഹാദേവ്. രണ്ട് ദിവസം മുന്നേ ക്ലാസ് എടുത്തത്. 2 days ബാക്ക്. കുറെ ദിവസമായിരുന്നോ? हरे कृष्णा प्रभु जी, दंडवत प्रणाम. लव यू जोबिन. हरे कृष्णा चा. മനോജ് പ്രഭു കുറെ നാളായി കണ്ടിട്ട്. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നലെ ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണം, കുറച്ച് തിരക്കായി പോയി. അപ്പം ഇന്നിപ്പോൾ എടുക്കാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്കന്ദപുരാണമാണ് അല്ലേ? അപ്പം സ്കന്ദപുരാണത്തിൻ്റെ ഭയങ്കര ഡെപ്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ കുറേ പുരാണങ്ങൾ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നതിന് ജീവിതത്തിൽ ഒരു മഹാഭാഗ്യമാണ് അല്ലേ? ഇന്ന് രാവിലെ പ്രഭാത മഞ്ജരിയിൽ 1-2 ലൈൻസ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേര് വായിച്ചു എന്ന് എനിക്ക് അറിയില്ല, എങ്കിലും ഒന്നുകൂടെ പറയാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളും നിസ്സഹായ അവസ്ഥയും പരീക്ഷണങ്ങളും എല്ലാം വരും. കാരണം ഒരുപാട് പേര് മഞ്ജരീസിലേക്ക് വിളിച്ചിട്ട് വിഷമങ്ങൾ പറയുന്നുണ്ട്. ഒത്തിരി പേരുടേത് കേൾക്കാറുണ്ട്, ഒത്തിരി പേരുടേത് കേൾക്കാൻ ഇങ്ങനെ പെൻഡിങ് ആവുന്നുണ്ട്, കുറേ പേർക്ക് മറുപടി കൊടുക്കാനുണ്ട്. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്ന് അറിയാമോ? കുറേ പണം ഉണ്ടാവുന്നതോ വലിയ വീട് വെക്കുന്നതോ വലിയ നിലയിൽ ജീവിക്കുന്നതോ ഒന്നുമല്ല. നമ്മളൊന്ന് തളരുമ്പോൾ ആശ്വസിപ്പിക്കാൻ ഒരു കൈ ഉണ്ടാവുക,
ചേർത്ത് പിടിക്കാൻ ഒരു കൈ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വലിയൊരു ആനന്ദമാണ്, വലിയൊരു സമാധാനമാണ്. ആ ഒരൊറ്റ കാര്യം മതി നമുക്കൊരു പക്ഷേ മുന്നോട്ടേക്ക് ജീവിക്കാൻ. എൻ്റെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ ഞാൻ അങ്ങനെയുള്ള ആശ്വാസം അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ആശ്വാസത്തിന് പകരം നൽകാനാവുന്നത് പലപ്പോഴും എൻ്റെ മുന്നിലെത്തുന്ന ഒത്തിരി തളർന്നു പോകുന്നവർക്ക് തിരിച്ചൊരു ആശ്വാസമായിട്ടാണ്. അതിൽ ഒരുപാട് പേർക്ക് ഇനി മറുപടി കൊടുക്കാനുണ്ട്. ശ്രീയമ്മ അടക്കമുള്ളവര്. ശ്രീയമ്മ വിചാരിക്കും മാതാജി ഇതൊക്കെ പറയുന്നിട്ട് ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ലെന്ന്. അങ്ങനെയല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെയല്ല. കുറെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ പിന്നെ നമ്മളും അവരോടൊരു വാക്ക് പറയുമ്പോൾ അതിനൊരു പ്രിപ്പയർഡ് ആയിരിക്കണം. മെന്റലി ഫിസിക്കലി സിറ്റുവേഷനോട് കൂടി പ്രിപ്പയർഡ് ആയിരിക്കണം. അല്ലാണ്ട് നമ്മൾ പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടൊക്കെയാണ്. എങ്കിലും ഞാൻ പറയാണ്, നമ്മള് മണ്ണിന്റെ ഉള്ളിൽ ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ വിത്തിന്റെ മുകളിൽ മണ്ണിടുന്നുണ്ട് അല്ലെ. അതിന്റെ അടിയിൽ എന്താണ്? ചൂടാണ്, ചിലപ്പോൾ തണുപ്പായിരിക്കും, ഇരുട്ടാണ്. ഇതെല്ലാം തരണം ചെയ്ത് ആ വിത്ത് വളർന്നു വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വലിയൊരു വൃക്ഷമായി മാറുന്നു, അല്ലെങ്കിൽ നല്ല പൂക്കളുള്ള ചെടികളായി മാറുന്നു. ഫൈനൽ അതിന്റെ റിസൾട്ട് മനോഹരമാണ്. ആലോചിച്ച് നോക്കൂ. പക്ഷെ ആ വിത്തിന്റെ മുകളില് ഒരുപാട് മണ്ണിട്ട് കഴിഞ്ഞാലും, ഒരുപക്ഷെ വളമില്ലാത്ത മണ്ണിട്ട് കഴിഞ്ഞാലും, അനുകൂലമല്ലാത്ത കാലാവസ്ഥയാണെങ്കിലും, ചിലപ്പം വെള്ളം ലഭിച്ചില്ലെങ്കിലും അത് നശിച്ചു പോകും. അപ്പൊ ഇവിടെ എല്ലാം അനുകൂലമാവുന്നത് എപ്പോഴാണ്? നമുക്ക് ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടാവുമ്പോൾ, നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടാവുമ്പോൾ. ജീവിതത്തിൽ എപ്പോഴും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കണം. ഏറ്റവും നല്ല മനോഹരമായ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കണം. ഒരു പരിധി കഴിഞ്ഞാല് ജീവിതത്തിൽ മറ്റൊന്നിനുമല്ല ഇമ്പോർട്ടൻസ്. എന്തിനാണ്? നല്ല നല്ല ബന്ധങ്ങൾക്കാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് കാലങ്ങളിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, കല്യാണം കഴിച്ച് എന്താ പറയാ, നമ്മൾ പോയാല് നമുക്ക് ദീർഘകാലം ജീവിക്കാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവുമ്പോൾ ഒരുപാട് കാലം നമുക്ക് ജീവിക്കാം, അവരുടെ തണലിൽ ജീവിക്കാം, അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് എത്ര കാലം നമ്മുടെ അച്ഛൻ കൂടെ ഉണ്ടാവും, അമ്മ കൂടെ ഉണ്ടാവും, മക്കള് കൂടെ ഉണ്ടാവും, ഭാര്യ കൂടെ ഉണ്ടാവും, ഭർത്താവ് കൂടെ ഉണ്ടാവും, സഹോദരങ്ങൾ ഉണ്ടാവും, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? അലേർട്ടായിരിക്കുക ജീവിതത്തില്. ഞാൻ തനിച്ചാണ് എന്ന ഒരു ധൈര്യത്തോട് മുന്നോട്ട് പോവുക. ആ ധൈര്യം നമുക്ക് എപ്പോഴും ഈശ്വരൻ ഒപ്പുള്ളതുപോലെയുള്ളൊരു ചങ്കൂറ്റമായിരിക്കും. എവിടെയും പതറാതിരിക്കുക, തളരാതിരിക്കുക. മഞ്ജരീസും ഞാനും എന്നും ഉണ്ടാവും. ദാറ്റ് മീൻസ് കാലാകാലം ഉണ്ടാവും എന്നല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഉണ്ടാകും. ഈ പറയുന്ന ഞാനും എപ്പോഴാ പോവാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആർക്കും നമ്മുടെ അവസാന ദിവസം ഏതാന്ന് അറിയില്ല അല്ലെ. അപ്പൊ ആ അവസാന ദിവസം അറിയാതെ ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പരസ്പരം താങ്ങാവുക, തണലാവുക, ആശ്വാസമാവുക. ഇപ്പം മഞ്ജരീസില് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് എന്ന് അറിയാലോ. കഴിഞ്ഞ ദിവസം ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരാളോട് സംസാരിച്ചപ്പം, ആരുമല്ല നമ്മുടെ ഷൈനിയമ്മയോട് സംസാരിച്ചപ്പം, ഷൈനിയമ്മ എന്നോടൊരു ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു വേർഡ് പറഞ്ഞു. ആ വേർഡ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. എന്താണെന്നറിയാമോ? മാതാജി, ശ്രീയമ്മ പാവാണ്, ഞാനും ശ്രീയും ഒരുപാട് സംസാരിക്കാറുണ്ട്. കാരണം ഞാൻ ഇവരെയൊക്കെ അമ്മ എന്നാ വിളിക്കുന്നത്. കാരണം എനിക്ക് എല്ലാവരും അമ്മമാരാണ്, മഞ്ജരീസിൽ പലരും. അപ്പം ഞാൻ ശ്രീയോട് ഒരുപാട് സംസാരിക്കാറുണ്ട്. എൻ്റെ വിഷമങ്ങൾ ശ്രീയോടും പറയും, ശ്രീയുടെ വിഷമങ്ങൾ എന്നോടും പറയും. അപ്പൊ അങ്ങനെ കേട്ടപ്പം ഞാൻ ഒരുപാട് ചിന്തിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ? ഇവര് രണ്ടും രണ്ട് ദിശകളിൽ കിടന്ന ആളുകളായിരുന്നു. ആലോചിച്ച് നോക്കണം. രണ്ട് എൻഡിൽ കിടന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ എത്ര ആത്മബന്ധമായി. സ്വന്തം സഹോദരങ്ങൾ പോലും ഒരുപക്ഷെ നമ്മുടെ വിഷമം കേൾക്കാൻ നിൽക്കാത്ത ഈ കാലത്ത് പരസ്പരം അവരാ വിഷമങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കാൻ പറയും, ജപിക്കാൻ പറയും. അത് എത്ര മനോഹരമാണ്, എത്ര ധൈര്യമാണ് നമുക്ക്. എപ്പോഴാണ് നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരെ നമ്മളെ ചതിക്കാന്ന് പറയാൻ പറ്റില്ല അല്ലെ. ഈ അങ്ങനത്തെ ഒരു കാലത്തില് മഞ്ജരീസ് എന്ന് പറയുന്നത് എത്ര പേർക്ക് ആശ്വാസമായി മാറുന്നു. സുജിത് പ്രഭു, അതൊക്കെ സാധിക്കും. എന്താ അങ്ങ് ഇങ്ങനെ പറയുന്നത്? ഞങ്ങളെക്കാൾ കൂടുതലൊക്കെ അമ്പലത്തിന്റെ തിരുനടയിൽ ഇരിക്കുന്ന ആളല്ലേ. അതും എത്ര എത്ര മഹാക്ഷേത്രങ്ങളുടെ തിരുനടയിലാണ് അവിടെ നിന്ന് ഇരിക്കുന്നത്. ഒക്കെ ശരിയാവും. ശരിയാവാതെ എവിടെ പോവാൻ? അത്രയ്ക്കൊന്നും നമ്മുടെ ഭഗവാൻ നമ്മുടെ ദുഃഖങ്ങൾ കാണാതിരിക്കുന്നു പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയൊന്നും ചിന്തിക്കേ ചെയ്യണ്ട. നമ്മൾക്ക് ഇതിനേക്കാൾ വലിയ വലിയ ദുഃഖങ്ങളാണ് അനുഭവിക്കേണ്ടിയിരുന്നത്. അത്രത്തോളം പാപങ്ങൾ ചെയ്താണ് നമ്മൾ എല്ലാവരും പുനർജന്മം സ്വീകരിച്ച് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. പക്ഷെ ആ ദുഃഖ ദുരിതങ്ങളിലും നമ്മൾ ഇന്നും ഇങ്ങനെ ഇരിക്കുന്നില്ലേ? നമ്മൾ പതർന്നില്ല എന്ന് പറഞ്ഞാലും ഈ ദിവസവും, ഈ നവംബർ 16 എന്ന് പറയുന്ന ദിവസവും നമ്മൾക്കിടയിൽ നിന്ന് കടന്നുപോയി ഇല്ലേ? നാളെ 17 കടന്നു പോകും, പ്രശ്നങ്ങളൊന്നുമില്ലാതെ. ഉറപ്പാണ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് തരണം ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം ഈശ്വരൻ നമുക്ക് തരും. അതാണ് ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയും തളരരുത്. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയട്ടെ, നമ്മൾ നമ്മളായിട്ടിരിക്കുക എന്ന ഒറ്റ ചിന്ത മതി നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ. അതാണ് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്.
കുറെ കൃഷ്ണനെ കുറിച്ച് പഠിക്കുന്നു, കുറെ ദേവിയെ കുറിച്ച് പഠിക്കുന്നു, കുറെ മഹാദേവനെ കുറിച്ച് പഠിക്കുന്നു. ഇതെല്ലാം പഠിച്ച് ഈ കഥകളെല്ലാം കേട്ടിട്ട് നമുക്ക് എന്താ ലഭിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നു, പഠിക്കുന്നു. ഗണപതി അങ്ങനെ ഉണ്ടായി, അയ്യപ്പൻ ഇങ്ങനെ ഉണ്ടായി, സുബ്രഹ്മണ്യൻ അങ്ങനെ ഉണ്ടായി. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. നമ്മൾ എന്ത് നേടുന്നു ഇതിൽ നിന്ന്? അടിസ്ഥാനപരമായി നമ്മൾ നേടേണ്ടത് ജീവിക്കാനുള്ള ധൈര്യമാണ്. മനസ്സിലായില്ലേ? ഏത് ഗ്രന്ഥങ്ങൾ, ഏത് വേദങ്ങൾ, ഏത് ഉപനിഷത്തുകൾ എടുത്താലും ജീവിക്കാനുള്ള ധൈര്യമാണ് നമ്മൾ കരസ്ഥമാക്കേണ്ടത്. 10,000 ആളുകൾ നമുക്ക് ചുറ്റും നിന്നിട്ട് 10,000 അഭിപ്രായങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നത്തിൽ പറയും. പക്ഷെ തീരുമാനം എടുക്കാനുള്ള ചങ്കൂറ്റം ഇവിടെ നിന്ന് വരണം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. കാരണം അൾട്ടിമേറ്റ് ഇത് നമ്മുടെ ജീവിതമാണ്, നമ്മുടെ മാത്രം ജീവിതമാണ്. ഈ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയാലും ശരി പറ്റിയാലും അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്താഗതി സ്വയം ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ഞാൻ എപ്പോഴും മഞ്ജരീസിൽ നിന്ന് പറയുന്നത്. മുഖത്തെ പുഞ്ചിരി മായാതിരിക്കുക. നമ്മളൊന്ന് കരഞ്ഞു കാണാനാണ് എല്ലാവരും ചുറ്റിനും നിൽക്കുന്നത്, എക്സ്പെഷ്യലി നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. അതാണ് ഭഗവത്ഗീത. അപ്പൊ ആ കണ്ണുനീര് വരാതെ മുന്നോട്ട് പോകുമ്പോ ദൈവം അവളെ കൈവിടുന്നില്ലല്ലോ, പന പോലെ വളർത്തുന്നുണ്ടല്ലോ, ഇതായിരിക്കും നമ്മുടെ ശത്രുക്കളിൽ നിന്ന് പുറത്തു വരുന്നത്. ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ കൊല്ലാനോ ഉപദ്രവിക്കാനോ വരുന്ന വ്യക്തികളല്ല. നമ്മുടെ രണ്ട് കൂട്ടരുടെയും ചിന്താഗതികൾ മാച്ച് ആവാതെ വരുമ്പോൾ സംഭവിക്കുന്ന സ്പർദ്ധയാണ് ശത്രുത എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ആ ശത്രുതാ മനോഭാവം ചിലപ്പം രണ്ടുപേരിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ തീരുന്നതായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് കാലാകാലം ചിലപ്പോ ഇനി ഒരിക്കലും മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മതിലൊക്കെ ഉയർത്തി കെട്ടിയ ചില വീടുകള്, അവരുടെ വീട്ടില് അപ്പുറത്തെ വീട്ടിൽ പെട്ടെന്ന് ഒരു മരണം നടന്നാൽ, അയ്യോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇവിടെ വീട് ഉപയോഗിച്ചോളൂ കേട്ടോ, പുറത്ത് പന്തലിട്ടോളൂ, അല്ലെ വരുന്ന ആൾക്കാർ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അപ്പോ ഒരിക്കലും എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഒരു ശത്രുതാ മനോഭാവവും ഒരു പിണക്കവും കാലാകാലം നിലനിൽക്കില്ല. നമ്മുടെ പൂർവികര്, അവരിൽ എത്ര പേര് ആരൊക്കെ തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നു നമുക്കറിയാൻ പറ്റൂ? അവരെത്ര പേര് നല്ല മാനസികാവസ്ഥയോടെ ജീവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റൂ? പറ്റില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊന്നും ഇനി എന്റെ ജന്മം ഉണ്ടെങ്കിൽ എന്റെ 7 തലമുറയുടെ മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് വിഡ്ഢിത്തരമാണ് വിളിച്ചു പറയുന്നത്? നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അറിഞ്ഞുകൂടാ, പിന്നെയാണോ നമ്മുടെ അടുത്ത 7 തലമുറയെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്? അപ്പൊ നമ്മൾ നമ്മളായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഒരു വിഷമങ്ങളും മനസ്സിന് കൊടുക്കണ്ട. എല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഒരു തുളസിയില പറിച്ച് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വെക്കുക. മനസ്സിലായില്ലേ? ആ പാദങ്ങളിൽ വെച്ചിട്ട് ഈശ്വരനോട് പറയാ, ഭഗവാനെ, അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ചെയ്തു പോയ സമസ്താപരാധങ്ങളും പുറത്തിട്ട് ഇന്ന് ഞാൻ അനുഭവിച്ചു വരുന്ന എന്റെ കർമ്മഫലങ്ങൾ, ദുഃഖങ്ങളെന്നല്ല, ഞാൻ ചെയ്തു പോയിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഞാൻ അനുഭവിച്ചു വരുന്ന കർമ്മഫലങ്ങളുടെ ദുരിതത്തിൽ നിന്ന് കരകയറാൻ അവിടുന്ന് എന്നെ താങ്ങായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിലായില്ലേ? അവിടുന്ന് എനിക്ക് താങ്ങായിരിക്കണേ, തണലായിരിക്കണേ, എനിക്ക് ശക്തിയായിരിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം നമ്മൾ അനുഭവിക്കേണ്ടതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനുഭവത്തിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റി കരകയറുക എന്ന് പറയുന്നത് സാധിക്കാത്ത കാര്യമാണ്. അപ്പൊ ആ ദുരിതം അനുഭവിക്കാനുള്ള ശക്തി നൽകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രസവ വേദന എന്ന് പറയുന്നത് ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയില്ല. പറ്റുമോ? ഒരിക്കലും പറ്റില്ല. വേദനിച്ച് തന്നെ പ്രസവിക്കണം. അത് നോർമൽ ആണെങ്കിലും ശരി, സിസേറിയൻ ആണെങ്കിലും ശരി. അപ്പൊ എന്ത് വേണം? ആ പ്രസവ വേദനയിലും ഒരമ്മയുടെ പ്രാർത്ഥന എന്താണ്? ഈശ്വരാ, ഇത് സഹിക്കാനുള്ള ശക്തി, അത് മാത്രമേ നമുക്ക് പറ്റൂ, അല്ലെ? സഹിക്കാനുള്ള ശക്തി നൽകണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പുറത്തിരിക്കുന്നവർ എന്താ പ്രാർത്ഥിക്കുക? അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കണേ എന്നാ പ്രാർത്ഥിക്കുക. അല്ലാതെ അവരൊരിക്കലും വേദന അറിയാതെ വേദന അറിയാതെ പ്രസവിക്കണേന്നൊന്നും ആരും പ്രാർത്ഥിക്കില്ല. അപ്പൊ ഇതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ശക്തിയാണ് നമുക്ക് വേണ്ടത്. ആ ശക്തിയാണ് നമ്മൾ ഭക്തിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ എപ്പോഴും ഞാനിങ്ങനെ കുറെ ഗീത പറഞ്ഞിട്ടും ഭാഗവതം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ജീവിക്കാനുള്ള ചങ്കൂറ്റം, ജീവിക്കാനുള്ള ധൈര്യം. എന്ത് വന്നാലും ധർമ്മത്തിലേ നിൽക്കൂ. എത്ര, എങ്ങനെ, എവിടെ നിന്ന് ആരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ കോടികൾ കിട്ടുന്ന അവസ്ഥയുണ്ടെങ്കിലും അത് അധർമ്മമാണെങ്കിൽ ആ അധർമ്മത്തിന് കൂട്ടു നിൽക്കരുത്. ഒരിക്കലും കൂട്ടു നിൽക്കരുത്. അധർമ്മത്തിന് കൂട്ടു നിൽക്കാതെ ധർമ്മത്തിന്റെ പാതയിൽ പോവുക. ചിലപ്പോൾ ആ ധർമ്മത്തിന്റെ പാത തെരഞ്ഞെടുത്താൽ ചീത്തപ്പേരുകൾ കേൾക്കേണ്ടി വരും, അപമാനങ്ങൾ കേൾക്കേണ്ടി വരും, ഒറ്റപ്പെടേണ്ടി വരും, കരയേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ പൂർവികരും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഞാൻ ചങ്കൂറ്റത്തോടെ എന്റെ ഭഗവാനെ മുറുകെ പിടിച്ച് ഫേസ് ചെയ്യും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാണെങ്കിൽ 1000 കൂട്ടുകാർ കൂടെ വരണ്ട.
ശക്തിയുള്ള ഭഗവാൻ കൂടെ വരും. നാരായണൻ വേണോ നാരായണ സേന വേണോ എന്ന് ചോദിച്ചപ്പം നാരായണൻ മതി എന്ന് പറഞ്ഞ അർജുനനെ പോലെ നമ്മൾ ഇരിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. ഏത് പ്രതിസന്ധികളും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിരിക്കില്ലേ ഇനി ജീവിക്കുന്നത്? ആർക്കൊക്കെ ഇസ്കോൺ കോഫി വേണ്ടത്? അങ്ങനെ ആയിരിക്കില്ലേ ജീവിക്കുക? അല്ലാതെ പ്രശ്നം വരുമ്പം അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കോ? ഒരിക്കലും അങ്ങനെ ഇരിക്കരുത് കേട്ടോ. സന്തോഷത്തോടെ ഇരിക്കണം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പറ്റുന്നവര് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ട് വെക്കൂ, ഞാൻ കേൾക്കാം. ഇനി കുറെ മെസ്സേജ് നോക്കാനുണ്ട്, ഓരോരോ യാത്രകളിലായതുകൊണ്ടാണ് നോക്കാൻ പറ്റാത്തത്. വൈകാതെ തന്നെ നോക്കാം. കുറച്ച് കോൾസ് ഒക്കെ വിളിക്കാനുണ്ട്. ഇന്നും ഇന്നലെയും കോൾസ് എടുക്കാൻ പറ്റിയിട്ടില്ല, എടുക്കാം കേട്ടോ. ഇനി വേറെന്താ വിശേഷം? ഗുരുവായൂർ മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 93 42 49 49 41. മഞ്ജരീസിന് നമുക്ക് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. അതായത് വാട്സപ്പ് ഗ്രൂപ്പുകൾ മെയിലിന് വേറെ ഫീമെയിൽസിന് വേറെയാണ്. അപ്പം നമുക്ക് ഗുരുവായൂർ മഞ്ജരീസിന്റെ കുടുംബത്തിലേക്ക് ആഡ് ആവണമെങ്കിൽ നിങ്ങൾ ആ ഞാൻ പറഞ്ഞ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തരിക. ഞാൻ പെട്ടെന്ന് കണ്ടില്ലെങ്കിലും വിഷമിക്കേണ്ട, കാണുമ്പം തീർച്ചയായിട്ടും വൈകാതെ അതിന് റിപ്ലൈ തരും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിങ്ങളെ ആഡ് ചെയ്യും. ഗ്രൂപ്പിൽ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ വരാറുണ്ട്. ഏകാദശി, പ്രദോഷം, സങ്കടഹര ചതുർത്ഥി, ഉച്ചപൂജ അലങ്കാരം, പ്രഭാതമഞ്ജരി, ഗുരുമഞ്ജരി, ക്ഷേത്രമഞ്ജരി, ജ്ഞാനമഞ്ജരി, മഹാത്മ്യമഞ്ജരി എന്ന് വേണ്ട ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് ഇട്ട് തരും. അത് മുഖേന ഒരുപാട് നല്ല ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങള്, ഗുരുക്കന്മാരെ കുറിച്ചുള്ള വിവരണങ്ങള്, നമ്മൾ എങ്ങനെയാണ് ക്ഷേത്രത്തിൽ വലം വെക്കേണ്ടത്, എങ്ങനെയാണ് പ്രസാദം എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് ജ്ഞാനമഞ്ജരി, ഹൈന്ദവപരമായിട്ടുള്ള അറിവുകൾ അതെല്ലാം നമുക്ക് മഞ്ജരീസിലൂടെ കിട്ടും കേട്ടോ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി പോവുക. അതുപോലെ മഞ്ജരീസിന്റെ താങ്ക് യു പ്രവീൺ സർ. അപ്പൊ മാക്സിമം മഞ്ജരീസിന്റെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക. നമ്മൾ ഇത് ഷെയർ ചെയ്ത് പോകുമ്പം ആർക്കെങ്കിലും ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ക്ലാസ് ഒന്ന് കേട്ടിട്ട് അവർക്കൊരു ആശ്വാസം ലഭിക്കുന്നത് എങ്കിൽ, നമ്മളൊരാൾക്ക് ആശ്വാസമാവുകയാണെങ്കിൽ പിന്നെ അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ. അങ്ങനെ പരസ്പരം തണലായി താങ്ങായി ജീവിക്കാൻ നോക്കുക. പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഗുരുവായൂർ മഞ്ജരീസിന്റെ ക്ലാസ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, നമസ്തേ, ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് സ്കന്ദപുരാണത്തിലേക്ക് പോകാം. ഇപ്പോ നമ്മൾ സ്കന്ദപുരാണത്തിൽ പഠിക്കുന്നത് നാരദയാഗവും അജാവതാരവുമാണ്. എന്താണ് നാരദയാഗം, എന്താണ് അജാവതാരം, ആരാണ് അജൻ? അറിയില്ല അല്ലെ? നമുക്ക് നോക്കാം. പയ്യെ എടുത്തു തരാം. പയ്യെ സ്പീഡ് കുറച്ച് പറഞ്ഞാലേ എന്റെ ഫാമിലിക്ക് മനസ്സിലാവും. അത് 1-2 പേര് എനിക്ക് മെസ്സേജ് ഇട്ടു, മാതാജി ഇടയ്ക്ക് ഒന്ന് പെട്ടെന്ന് പോകുമ്പോ കേട്ടോണ്ടിരിക്കെ ഞങ്ങളുടെ ചിന്ത ഒന്ന് വിട്ടുപോകും, അപ്പോ പെട്ടെന്ന് മനസ്സിലാവാതെ പോകും മാതാജി എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്പീഡ് കുറച്ചെടുത്തരാം കേട്ടോ. ശ്രീ പരമേശ്വര പ്രീതി നേടാനായിട്ട്, അതായത് മഹാദേവന്റെ അനുഗ്രഹം നേടാനായിട്ട് ഒരു യാഗം നടത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മർഷി നാരദമുനി എന്താ പറയാ ആലോചിക്കല്ല ആഗ്രഹിച്ചു. എന്താണ്? മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു യാഗം നടത്തണമെന്ന് ബ്രഹ്മർഷി നാരദമുനി ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് വിഷ്ണുദേവൻ, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ, മഹർഷി വര്യന്മാര്, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാര് എല്ലാവരുമായിട്ട് നാരദമുനി ഇങ്ങനെ ആലോചിക്കുകയാണ്. നമ്മളൊരു കാര്യം നടക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുമായിട്ട് ആലോചിക്കില്ലേ, അതേപോലെ നാരദമുനി ആലോചിക്കുകയാണ്. ഒരു യാഗം നടത്തണം, അത് മഹാദേവന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് യാഗം ഭൂലോകത്തിൽ നടത്താമെന്ന് തീരുമാനിച്ചു. എല്ലാവരും കൂടി ആലോചിച്ചപ്പോഴത്തേക്കും യാഗം എന്തായി? ഭൂലോകത്തിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ടോ എന്താ ഉണ്ടാവുന്നത്? അതിനായിട്ട് ഒരു യാഗശാല ഭൂലോകത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. ഇവിടെ ഭൂലോകത്തില് ഒരു യാഗശാലയും നിർമ്മിച്ചു. വേദാഗമ ശാസ്ത്ര വിധി പ്രകാരം യാഗം ആരംഭിച്ചു. യാഗം തുടങ്ങുന്ന സമയത്ത് വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം കൃത്യമായിരിക്കണം. അങ്ങനെ വിധി പ്രകാരം യാഗം ആരംഭിക്കുകയാണ്. വേദമന്ത്രോച്ചാരണത്തിൽ പിശക് സംഭവിച്ചത് കാരണം യാഗാഗ്നിയിൽ നിന്ന് ചുവപ്പ് നിറത്തോടു കൂടിയ ഭീകരമായ രൂപമുള്ള ഒരു മുട്ടനാട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോ വേദശാസ്ത്ര വിധി പ്രകാരം ആരംഭിച്ച യാഗത്തിൽ എന്താ സംഭവിച്ചത്? വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ഒരു പിശക് സംഭവിച്ചു, ഒരു തെറ്റ് സംഭവിച്ചു. ആ തെറ്റിന്റെ ഫലമായിട്ട് യാഗ അഗ്നിയിൽ നിന്ന്, യാഗം നടത്തുമ്പോൾ അഗ്നികുണ്ഡം ഉണ്ടാവില്ലേ, ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് ചുവപ്പ് നിറത്തോടു കൂടിയുള്ള ഒരു ഭയങ്കരം വലിയൊരു മുട്ടനാട് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ടോ
രാസപരീക്ഷണ കേന്ദ്രത്തിൽ ഒരു രാസവസ്തുവിന് പകരം മറ്റൊരു രാസവസ്തു തെറ്റായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപകടം സംഭവിക്കുന്നത് പോലെ നമ്മള് ലാബറട്ടറിയിലൊക്കെ പോയിട്ട് ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തെറ്റുകൾ സംഭവിക്കല്ലേ, അപ്പൊ അങ്ങനെ അപകടവും സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നത് പോലെ ശബ്ദതരംഗങ്ങളെ ക്രമീകരിച്ചിട്ട് പ്രത്യേക ആശയാർത്ഥങ്ങളുള്ള വാക്കുകളെയാണ് മഹാമഹർഷിമാർ മന്ത്രധ്വനികളായി രൂപാന്തരപ്പെടുത്തി. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവര് ചൊല്ലിക്കൊണ്ടിരുന്ന വേദമന്ത്രങ്ങളിൽ തെറ്റ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. മഹത്തായ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് തെറ്റുപറ്റിയാലും അപകടം നിശ്ചയമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും മന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്ന്. ഇപ്പൊ ഒരുപാട് മന്ത്രങ്ങൾ ഇങ്ങനെ യൂട്യൂബിലും ഗ്രൂപ്പിലും അതുപോലെ പുസ്തകങ്ങളിലും എല്ലാം വരുന്നുണ്ട്. അച്ചടി പിശക് കൊണ്ട് ഏതെങ്കിലും മന്ത്രങ്ങളുടെ ഏതെങ്കിലും വാക്കുകൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് തെറ്റുകൾ സംഭവിച്ചാൽ പ്രയാസമില്ല. കാരണം എന്താണ്? സഹസ്രനാമം എന്ന് പറയുന്നത് 1000 നാമങ്ങളോടുകൂടി നമ്മൾ അഭിവാദനം ചെയ്യാണ് ദേവനെ അല്ലെങ്കിൽ ദേവിയെ. എസ്പെഷ്യലി ലളിത സഹസ്രനാമം അമ്മയല്ലാതെ നമ്മളോട് ആരും പൊറുക്കാനില്ല അല്ലെ. ഏറ്റവും നമസ്തേ ഗുരുദേവ്, അമ്മയല്ലാതെ ആരും പൊറുക്കാനില്ല. അപ്പൊ അമ്മ നമ്മളോട് എപ്പോഴും പുറത്തുകൊണ്ടേയിരിക്കും എന്ത് തെറ്റ് ചെയ്താലും. അതുപോലെ നമ്മുടെ അച്ഛനും. എങ്കിലും സഹസ്രനാമങ്ങൾ ചൊല്ലുമ്പോൾ എപ്പോഴും നടുനിവർത്തി നമ്മള് മനസ്സുകൊണ്ട് ഏകാഗ്രത കൈവരിച്ച് ഒരു 2 സെക്കൻഡെങ്കിലും ശ്വാസോച്ഛ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ട് നമ്മൾ റിലാക്സ് ആയി, മെന്റലി ഫിസിക്കലി റിലാക്സ് ആയി മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിൻ്റെ ഇടയിൽ സംസാരിക്കരുത്, ഇടയ്ക്ക് നിർത്തരുത്. വേറെ ആരോടും ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നും തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നത് വരെ ഏകാഗ്രതയോടുകൂടി സമാധാനത്തോടുകൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ സഹസ്രനാമം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ എപ്പോഴും ഗുരുക്കന്മാരുടെ അനുവാദത്തോടു കൂടി മാത്രം മന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുക. ഗുരുമുഖത്ത് നിന്ന് മന്ത്രങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. കാരണം അവര് മന്ത്രങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ആ മന്ത്രങ്ങൾ ഇത്ര ഉരുക്കഴിച്ചിട്ടാണ് അവർ കൊടുക്കുക. അവരത് മന്ത്രസിദ്ധി നേടിയിട്ടായിരിക്കും അടുത്തൊരാൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ മന്ത്രസിദ്ധി നേടിയിട്ട് കൊടുക്കുന്ന സമയത്ത് ആ മന്ത്രത്തിന് ശക്തിയുണ്ട്. മനസ്സിലായില്ലേ? അല്ലാതെ തന്നിഷ്ടപ്രകാരം ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും ഒരു ഫേസ്ബുക്കിൽ നിന്നും ഒരു ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് മന്ത്രോച്ചാരണങ്ങൾ ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇവിടെ മന്ത്രങ്ങൾ ഉച്ചരിച്ചപ്പോ തെറ്റുകൾ സംഭവിച്ചു. അതുകൊണ്ട് അപകടം നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ദൃഷ്ടിക്ക് കാണപ്പെടുന്ന വസ്തുക്കളിൽ ഉള്ളതുപോലെ തന്നെ ശബ്ദതരംഗങ്ങളിലും പരമാണുക്കൾ അദൃശ്യമായി സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ, ഒരു വസ്തുക്കളെ കാണുമ്പോൾ ഉള്ളതുപോലെ തന്നെയാണ് നമ്മുടെ ശബ്ദത്തിലും എന്തുണ്ട്? ശക്തിയുണ്ട്. അപ്പൊ ഇവിടെ മന്ത്രം ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശബ്ദത്തിലൂടെയാണ്. അപ്പൊ അതിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അപകടമുണ്ടാകും. ഘോരാകൃതിയിൽ യാഗാഗ്നിയിൽ പുറത്തു ചാടിയ ദുഷ്ട അജത്തെ എന്താ സംഭവിച്ചത്? സർവസംഹാരിയെ പോലെ ഹുങ്കാരധ്വനികൾ ഉയർത്തി. ഈ ദുഷ്ടനായിരിക്കുന്ന അജം എന്താ ചെയ്യുന്നത്? മുട്ടനാട് ഭയങ്കരമായിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. ചീറിക്കൊണ്ട് തുള്ളി ചാടി വരികയാണ് ഈ അജം. അതിന്റെ മുഷ്കുകൾ പ്രകടിപ്പിച്ച അജം അതിന്റെ ദേഷ്യവും വെറുപ്പും ഇങ്ങനെ തലയൊക്കെ ഇട്ട് ഇങ്ങനെ ആട്ടി കുത്തി എല്ലാം കൂടെ ഇപ്പം നമ്മളൊരു 10 പേര് ഇരിക്കുന്നിടത്തേക്ക് ഒരു കാളയോ പശുവൊക്കെ ഓടി വന്ന എന്താ സംഭവിക്കുക? അതിനേക്കാൾ ഗംഭീരമായിരുന്നു യാഗാഗ്നിയിൽ നിന്ന് വന്ന ഈ ചുവപ്പ് നിറത്തിലുള്ള അജം അവിടെ കാണിക്കുന്നത്. വൈരസദൃശ്യങ്ങളായിരിക്കുന്ന കൂർത്ത മൂർത്ത കൊമ്പുകൾ ഭൂമിയിൽ കുത്തിയിറക്കി കുടഞ്ഞ് പൊടിപടലങ്ങളൊക്കെ ഉയർത്തി. ആ ആട് ഭൂമിയിൽ ഇങ്ങനെ കുത്തി, ആടിന്റെ കൊമ്പൊക്കെ കുത്തി ഇറക്കി നിറച്ചും പൊടിയൊക്കെ പറന്ന് ആ കാഴ്ച കണ്ടിട്ട് ദേവന്മാരും മഹർഷിമാരും ദ്വിജന്മാരൊക്കെ ഭയന്ന് വിറച്ച് പേടിച്ച് അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി യാഗശാല വിട്ട് അവർ ഓടിപ്പോയി. എല്ലാരും യാഗശാല വിട്ടിട്ട് ഓടിപ്പോയി. അവരെ പിന്തുടർന്ന് അജം എന്തു ചെയ്തു? ക്രൂരമായി അവരെ ആക്രമിച്ചു. ഓടിപ്പോയ എല്ലാരെയും പിന്തുടർന്നിട്ട് അജം പോയിട്ട് അവരെ എല്ലാവരെയും ആക്രമിച്ച് സംഹാര താണ്ഡവമാടി എന്നാ പറയുന്നത്. അജത്തിന്റെ ആക്രമണത്താൽ പല ആളുകളുടെയും കൈയും കാലും ഒക്കെ ഒടിഞ്ഞു പോയി. എല്ലാരെയും ഈ യാഗാഗ്നിയിൽ നിന്ന് വന്ന ഈ ആട് എല്ലാവരെയും ഉപദ്രവിച്ച് അവരുടെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് എതിർത്ത് നിൽക്കാൻ വന്ന മുതിർന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ എല്ലാം വയറിലേക്ക് ആ മൂർച്ചയുള്ള കൊമ്പുകളൊക്കെ കുത്തി ഇറക്കി വയറൊക്കെ പിളർന്ന് കുടൽമാലയൊക്കെ പുറത്ത് ചാടി ലോകമാസകലം, ഈ ലോകം മുഴുവൻ ഭ്രാന്തമായിട്ടോടി നടന്ന അജം, എന്താ പറയാ, ദേഷ്യം വന്ന് ഓടി നടന്ന ആ അജം എന്താ ചെയ്തത്? ലോകവാസികളെയെല്ലാം ഭയപ്പെടുത്തി ആക്രമിച്ച് അംഗവൈകല്യങ്ങളെല്ലാം ഉണ്ടാക്കി വന്യമൃഗങ്ങളെയെല്ലാം മെരുക്കിയെടുത്ത് പാട്ടിന് നിർത്താൻ ശീലിച്ച കുറെ മനുഷ്യരുണ്ടായിരുന്നു അവിടെ. ആനേനെയും
അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ മെരുക്കിയെടുക്കാൻ വന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരെ പോലും യാഗാഗ്നിയിൽ നിന്ന് വന്ന ഈ ക്രൂരനായിരിക്കുന്ന അജം അവരെ എല്ലാം ഉപദ്രവിച്ച് ഈ അജത്തെ കണ്ട്, ആടിനെ കണ്ടിട്ട് അവര് പോലും പേടിച്ച് പല 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 സ്ഥലങ്ങളിൽ നിന്ന് ഓടിപ്പോയി. ഭൂമിയിലെ സ്വൈര്യം നഷ്ടപ്പെടുത്തിയ ഈ അജം എന്താ ചെയ്തത്? വാനമണ്ഡലത്തിലേക്ക് പോയി എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും സ്വാമി, ഇവിടെ സ്വാമി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. യൂട്യൂബിൽ നിന്നൊന്നും ആരും ഒരു മന്ത്രം എടുത്ത് ജപിക്കാൻ പാടില്ല. പാർശ്വഫലങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ പലപ്പോഴും ഉണ്ടാകുന്നില്ല. ഗുരുമുഖത്ത് നിന്ന് ശാസ്ത്രീയമായി പഠിക്കേണ്ട ഒരു വിഷയമാണത്. അതിന്റെ ചിട്ടവട്ടങ്ങൾ, ഉച്ചാരണ ശുദ്ധി, അത് ഉണർത്തുന്ന ഊർജം എന്നിവയെ കുറിച്ച് സാധാരണക്കാർക്ക് കൃത്യമായ അവബോധം നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങയുടെ ആ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. തീർച്ചയായിട്ടും യൂട്യൂബിൽ നിന്നൊന്നും എന്താ പറയാ, ഇത് ഉറപ്പ്, ഫലം ഉറപ്പ് എന്ന് പറഞ്ഞു വരുന്ന ഒരു തരത്തിലുള്ള മന്ത്രങ്ങളും ആരും ഉപയോഗിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. ഗുരുമുഖത്ത് നിന്ന് മാത്രം അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മന്ത്രങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. അങ്ങനെ ഈ അജം എന്തു ചെയ്തു? എല്ലാവരെയും ഉപദ്രവിച്ചിട്ട് ഈ അജം വാനമണ്ഡലത്തിലേക്ക് ഉയർന്നു എന്നാ പറയുന്നത്. എന്നിട്ടോ സൂര്യഗ്രഹത്തിലെത്തിയ അജം എന്താ ചെയ്തത്? സൂര്യസാരഥിയെ ആക്രമിച്ചിട്ട് രഥത്തിൽ പൂട്ടിയിരുന്ന, സൂര്യന്റെ രഥത്തിൽ പൂട്ടിയിരുന്ന കുതിരകളെ പോലും ഉപദ്രവിച്ചു, വിരട്ടി ഓടിച്ചു കുതിരകളെ പോലും. ചന്ദ്രഗ്രഹത്തിലേക്ക് പോയിട്ട് ചന്ദ്രദേവനെ കിടിലം കൊള്ളിച്ച ആ അജം ദേവന്മാരെയെല്ലാം വിരട്ടി ഓടിച്ച് അവരുടെ സ്വൈര്യം മുഴുവൻ നഷ്ടപ്പെടുത്തി. ചുരുക്കി പറഞ്ഞാല് സൂര്യമണ്ഡലത്തിലേക്കും ദേവമണ്ഡലത്തിലേക്കും ചന്ദ്രമണ്ഡലത്തിലേക്കും എല്ലാം ഈ അജം ഓടി അടുക്കാൻ തുടങ്ങി. അടുത്ത് അവിടെ എല്ലാവരെയും ഉപദ്രവിച്ചു. അജസംഹാര താണ്ഡവത്താൽ ഭയവിഹുലരായിരിക്കുന്ന നാരദാദി മഹർഷിമാരും ദേവന്മാരും വെള്ളിമലയെ പ്രാപിച്ചപ്പോൾ ഈശ്വരാലയ പ്രവേശന കവാടത്തിൽ ഇരുന്നു കൊണ്ട് മായാലീലകൾ ആടിക്കൊണ്ടിരിക്കുന്ന ശ്രീ സ്കന്ദദേവനെയും 1,09,000 വീരപുത്രന്മാരെയും നാരദാദി മഹർഷിമാരും ദേവന്മാരും ദർശിച്ചു. അപ്പൊ ഈ അജന്റെ ഒരു ഭയങ്കരമായിരിക്കുന്ന ഈ ആട്ടം എല്ലാ ലോകങ്ങളെയും പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വെള്ളിമലയിലേക്ക് നോക്കിയപ്പോ, അവിടെയാണല്ലോ സ്കന്ദൻ ഇരിക്കുന്നത്, വെള്ളിമലയിലേക്ക് നോക്കിയപ്പോ ആ പ്രവേശന കവാടത്തിൽ ഇരുന്നു കൊണ്ട് മായാലീലകൾ ആടിക്കൊണ്ടിരിക്കുകയാണ് ആര്? ശ്രീ സ്കന്ദദേവൻ. മാത്രമല്ല 1,09,000 വീരപുത്രന്മാരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ദേവസേനാപതിയല്ലേ, അപ്പൊ ഒരുപാട് വീരപുത്രന്മാരും ഉണ്ട്. ഇവരെല്ലാവരും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മായാലീലകൾ ആടാണ്. അവര് മാത്രം ഈ അജം ഒന്നും ചെയ്യുന്നില്ല. അവര് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ ഇരിക്കുന്നു. നാരദനും നാരദാദി മഹർഷിമാരും, നാരദനും മഹർഷിമാരും എല്ലാവരും ചേർന്ന് നോക്കുന്ന സമയത്ത് അവര് അവിടെ അങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്, ഒന്നും അറിയാത്ത ഭാവത്തില്. ശ്രീ കുമാരദേവ ദർശനം സിദ്ധിച്ച നാരദാദി മഹർഷിമാരും ദേവന്മാരും പൂർണേന്ദു ദർശനം സിദ്ധിച്ച മഹാവാരിധിയെ പോലെ ആനന്ദപുളകിതരായി. ഈ ദേവർഷിക്കും ഈ പറയുന്ന മഹർഷിമാർക്കൊക്കെ വലിയ സന്തോഷമായി ശ്രീ സ്കന്ദദേവനെ കണ്ടപ്പോ. ഭയങ്കര സന്തോഷം. കാരണം ഒരു രക്ഷ ലഭിച്ച ഒരു അനുഭൂതി. അവർക്ക് രക്ഷ ലഭിച്ചു എന്നല്ല, ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു സ്കന്ദനെ കണ്ടപ്പോ തന്നെ. ശ്രീ പരമേശ്വര ദർശനത്തിനായിട്ട് എത്തിയിരിക്കുന്ന തങ്ങൾക്ക് ശ്രീ സ്കന്ദദേവൻ ദർശനം അരുളിയിരിക്കുന്നത് സങ്കട ദുരിത നിവാരണത്തിന് തന്നെയാണെന്ന് ദേവന്മാരും മഹർഷിമാരും ഉറപ്പിച്ചു. കാരണം എന്താ, ഇത്രയും വലിയ പ്രശ്നം നടന്ന് ഇവരൊക്കെ വളരെയധികം വേവലാതിപ്പെട്ടിരിക്കുകയാണ്. വെള്ളിമല, വെള്ളിയാണ് നമ്മുടെ സിൽവർ എന്ന് പറയില്ലേ, ആ വെള്ളി. അപ്പോ ഇവര് നോക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഭയങ്കരമായിട്ട് അപ്പോ എന്താ ഉണ്ടായത്? ഇവര് നോക്കുമ്പോ സ്കന്ദദേവനെ ഇവർക്ക് ദർശനം ലഭിച്ചു. വലിയൊരു ആപത്ത് സമയത്ത് സ്കന്ദദേവന്റെ ദർശനം ലഭിച്ചപ്പോ അവർക്ക് മനസ്സിലായി, ഇനി ഒന്നും പേടിക്കാനില്ല, ഭഗവാൻ നമ്മളെ രക്ഷിക്കാൻ വന്നു കഴിഞ്ഞു. മഹർഷിമാർക്കൊക്കെ വലിയ ആശ്വാസമായി. ആശ്രിതവത്സലനായിരിക്കുന്ന ശ്രീ സ്കന്ദദേവന്റെ പാദപത്മങ്ങളിൽ നാരദാദി ദേവർഷിമാരും ദേവന്മാരും സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചു. വേഗം ചെന്നിട്ട് സ്കന്ദദേവന്റെ പാദങ്ങളിൽ അവരെല്ലാവരും അഭയം പറഞ്ഞു. ദേവസന്നിധാനത്തിൽ തൊഴുകയോട് കൂടി നിന്നിരുന്ന അവർ കുമാരദേവനെ സ്തുതിച്ചു. എല്ലാവരും പോയി കുമാരനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കാണ്, പ്രാർത്ഥിച്ചു. ഭക്തരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായിരിക്കുന്ന ശ്രീ അർമുഖദേവൻ
ചേതോഹരനായി മന്ദഹസിച്ചു. ഭഗവാന്റെ ആ ഒരു പുഞ്ചിരി കണ്ടപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി. ദേവ മന്ദഹാസ പൂ നിലാവിൽ, അതാണ് പറയുന്നത്, ഭഗവാന്റെ മന്ദഹാസ പൂ നിലാവിൽ എന്താ ഉണ്ടായത്? ഭഗവാൻ ചിരിച്ചപ്പോ ദുഃഖമെന്ന താപമാകുന്ന മഹർഷിമാരും ദേവന്മാരും തങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ആപത്തിനെ കുറിച്ച് ദേവനോട് പറഞ്ഞു. അവർക്ക് വന്നിരിക്കുന്ന ആ ദുരിതം എന്താണ്, പ്രശ്നം എന്താണ്, അവരനുഭവിക്കുന്ന പ്രയാസം എന്താണെന്നുള്ളത് വേഗം സ്കന്ദദേവനെ അറിയിച്ചു. എന്നിട്ടോ സങ്കടനാശനായിരിക്കുന്ന ശരവണദേവൻ പല്ലവകരം ഉയർത്തിയിട്ട് ആശ്രിതർക്ക് അഭയമരുളി. ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു. ആശ്രിതരുടെ ദുഃഖം അകറ്റുന്നതിന് ശ്രീ കുമാരദേവൻ വീരബാഹുവിനെ നിയോഗിച്ചു. നേരെ പോയിട്ട് വീരബാഹുവിന്റെ അടുത്ത് നിയോഗിച്ചു. സ്കന്ദദേവൻ പറഞ്ഞു, വീരബാഹു യാഗാഗ്നിയിൽ നിന്നുത്ഭവിച്ച അജമൊന്ന് ത്രിലോകങ്ങളെയും ഭയപ്പെടുത്തിക്കൊണ്ട് ജീവനാശങ്ങൾ സൃഷ്ടിച്ച് പോരാടുന്നുണ്ട്. ജഡുതിയിൽ ചെന്ന് ആ ദുഷ്ടമൃഗത്തെ പിടിച്ചുകൊണ്ടുവന്നാലും. സ്കന്ദദേവൻ പറഞ്ഞു വീരബാഹുവിനോട്, അവൻ അവിടെ അങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് ആടി തിമിർക്കാണ്, പിടിച്ചോണ്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. വീരബാഹു പറഞ്ഞു, കൽപ്പന ദേവ, ഞാൻ ഇപ്പൊ തന്നെ അവനെ പിടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. സ്കന്ദദേവന്റെ കൽപ്പനയെ കേട്ടിട്ട് വീരബാഹു ആ ദുഷ്ട അജത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ്. ഭൂലോകവാസികളെയെല്ലാം ദുരിതം ചെയ്ത മുട്ടനാട് കീഴ്ലോകങ്ങളിലേക്കും നാശനഷ്ടങ്ങളെല്ലാം സൃഷ്ടിച്ച് സ്വർഗലോകം, ചന്ദ്രലോകം മുതലായ ലോകങ്ങളിലൊക്കെ കയറി മൂർച്ചയുള്ള ബലമുള്ള കൊമ്പുകൾ കൊണ്ട് ചേഷ്ടകളൊക്കെ കാട്ടി ചിത്രവധങ്ങൾ നടത്തി ബ്രഹ്മലോകമായിരിക്കുന്ന സത്യലോകത്തിലെത്തി ഹുങ്കാരത്തോടെ നിൽക്കുകയാണ്. സത്യലോകത്തിൽ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സ്കന്ദദേവന്റെ കാരുണ്യം കൊണ്ട് അസാരനായിരിക്കുന്ന വീരബാഹു അഹങ്കാരം എന്ന ദുർഗുണത്താൽ നിസാരനായിരിക്കുന്ന ആ ക്രൂര അജത്തെ ഒറ്റയടിക്ക് അങ്ങ് പിടിച്ചു, വളരെ നിസാരമായിട്ട്. എന്തുകൊണ്ടാണ് വീരബാഹുവിന് പിടിക്കാൻ സാധിക്കുന്നത്? സ്കന്ദദേവന്റെ അനുഗ്രഹം കൊണ്ട്, അല്ലെ? എന്നിട്ടോ അജത്തിന്റെ കൊമ്പുകളില് കടന്നു പിടിച്ച വീരബാഹു നേരെ അദ്ദേഹം പോയിട്ട് അജത്തിന്റെ ആ മുട്ടനാടിന്റെ കൊമ്പിലാ പിടിച്ച വീരബാഹു ഒരു പുൽക്കൊടിയെ പിടിക്കുന്നത് പോലെയാണ് അതിനെ ശിരസിനു മീതെ എടുത്ത് ഉയർത്തിയത്. ഒറ്റയടിക്ക് നേരെന്ത് ചെയ്തു? ആ അജത്തിനെ വീരബാഹുവിന്റെ ശിരസിന്റെ മേലെ, തലയുടെ മേലെ പിടിച്ചങ്ങട് ഉയർത്തിയിട്ടോ പല വട്ടം ചുറ്റിയിട്ട് അങ്ങോട്ട് നിലത്തൊരൊറ്റ അടി അടിച്ചു. മനസ്സിലായില്ലേ? പല വട്ടം ചുറ്റിയിട്ട് നിലത്തൊരൊറ്റ അടി അടിച്ചു ആ അജത്തിന്. കാരണം എന്താ? അതിനെ പിടിച്ചുകൊണ്ട് വരാൻ സ്കന്ദദേവൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നേരെ പിടിച്ചിട്ട് കൊമ്പ് പിടിച്ചിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് അടിച്ച് ശിരസിന്റെ മുകളിൽ വീരബാഹുവിന്റെ തലയുടെ മുകളിലിട്ട് ഉയർത്തി പിടിച്ചിട്ട് പല വട്ടം ചുറ്റിച്ച് നിലത്തടിച്ചിട്ട് അവന്റെ അഹങ്കാരം അങ്ങ് തീർത്തു കളഞ്ഞു. എന്നിട്ടോ മുരുകദേവ സന്നിധിയെ നിസാരമായിട്ട് അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വീരബാഹുവിന് സാധിച്ചത് എന്തുകൊണ്ടാണ്? സ്കന്ദദേവന്റെ മുകളിൽ വീരബാഹുവിനുള്ള അടിയുറച്ചൊരു വിശ്വാസം. അതാണ് ഞാൻ ക്ലാസിന്റെ തുടക്കം പറഞ്ഞത്. നമ്മൾ എത്ര ജപിക്കുന്നു, എത്ര പ്രാർത്ഥിക്കുന്നു, എന്തെല്ലാം നാമങ്ങൾ ജപിക്കുന്നു എന്നുള്ളതല്ല, എത്രത്തോളം വിശ്വാസത്തോടു കൂടി നമ്മൾ ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. മനസ്സിലായില്ലേ? പലരും സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പലതും ചെയ്യുന്നത്. നമ്മളോടിപ്പോ ഒരു മരുന്ന് കഴിക്കാൻ പറഞ്ഞാല് നമ്മൾ എന്താ ചെയ്യുക? ആന്റിബയോട്ടിക് ആണെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ നമ്മൾ അത് കഴിക്കും, ഇല്ലേ? നമ്മുടെ അസുഖം മാറി എന്ന് പറഞ്ഞാൽ അത് നിർത്താറില്ല. കാരണം എന്താ? അത് കംപ്ലീറ്റ് ആവണം, എങ്കിലേ അത് ശരിയോ. അതേപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രാർത്ഥന ഇന്ന് നടന്നില്ല, നാളെ നടന്നില്ല, 10 വർഷമായിട്ട് നടന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയും ജപവും സാധനയും മുടക്കരുത്. കാലാകാലം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾക്ക് തരേണ്ടത് എന്തായാലും ഭഗവാൻ യഥാസമയം നൽകും. അത് മുന്നോട്ടും അല്ല പിന്നോട്ടും അല്ലാതെ കൃത്യസമയത്ത് ഭഗവാൻ നൽകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒന്നും നടന്നില്ല എന്നുള്ള ഒരു മനോവ്യഥയോടുകൂടി ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യരുത്. ആത്മവിശ്വാസത്തോടെ, ചങ്കൂറ്റത്തോടെ എന്നെ രക്ഷിക്കാൻ എന്റെ ഭഗവാൻ ഉണ്ടെന്നുള്ള മനോധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകണം. അതാണ് ഇവിടെ വീരബാഹു ചെയ്തത്. സ്കന്ദദേവനോടുള്ള അടിയുറച്ച വിശ്വാസമാണ് ഈ അജത്തെ ഇത്ര നിസാരമായി കൈകാര്യം ചെയ്യാൻ വീരബാഹുവിന് സാധിച്ചത്. ആ അടിയുറച്ച വിശ്വാസം കൊണ്ടും ആ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസൃതമായിട്ട് സ്കന്ദദേവന്റെ കാരുണ്യവും ലഭിച്ചപ്പോഴാണ് ഇവിടെ നമ്മുടെ വീരബാഹുവിന് ഈ കാര്യങ്ങളെല്ലാം നിസാരമായത്. സ്കന്ദൻ പറയാണ്, ദേവന്മാരെ, ഋഷിമാരെ, ഭയം വെടിഞ്ഞാലും നിങ്ങൾ ഭയന്നിരുന്ന ആ അജം നമ്മുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. യാഗം പുനരാരംഭിക്കൂ. എന്തിനു നിങ്ങൾ ഭയപ്പെടുന്നത്? സന്തോഷത്തോടുകൂടി മഹർഷിമാരും ദേവന്മാരും എന്താ ചെയ്തത്? സ്കന്ദനെ പ്രാർത്ഥിച്ച് നിവർന്നു നിന്ന് സ്കന്ദനോട് നന്ദി പറഞ്ഞു. ആ ഒരു ധൈര്യമാണ് അവർക്ക് വന്നത്. മനസ്സിലായില്ലേ? ആ ധൈര്യമാണ് നമുക്കും വേണ്ടത്. നാരദമുനി പറയാണ്,
സ്കന്ദദേവ, ഈ ഘോര അജത്തെ മറ്റെവിടെയും വിടാതെ അവിടുത്തെ വാഹനമായി സ്വീകരിച്ചരുളുവാൻ കൃപയുണ്ടാവണേന്ന്. നാരദൻ എപ്പോഴും ഒരു സ്റ്റെപ്പ് മുമ്പിലാ. നാരദൻ പറഞ്ഞു, ഇനി അവൻ എവിടെയും വിടരുത്, അങ്ങയുടെ വാഹനമാക്കി വെച്ചോ, ഇനി അവനെ വിട്ടാ പ്രശ്നാന്ന് പറഞ്ഞു. വാസ്തവത്തില് ഭക്തന്മാരെക്കാൾ ഭാഗ്യവാന്മാർ ദുഷ്ടന്മാരാണ്. ദുഷ്ടന്മാർക്ക് എപ്പോഴും ദൈവസന്നിധിയിൽ തന്നെ കഴിയാൻ സാധിക്കുന്നു. കാരണം എന്താ, ശ്രീ നടരാജമൂർത്തിയുടെ തൃപ്പാദ കീഴില് മുയലാസുരൻ വാഴുന്നു എന്നാ പറയണത്. മുയലാകാസുരൻ, അങ്ങനെ ഒരു അസുരൻ ഉണ്ട്. അത് നമുക്കിനിപ്പം എന്താ പറയാ, നമ്മുടെ മഹാദേവന്റെ പുരാണം, ശിവപുരാണം ഒക്കെ എടുക്കുമ്പോ അത് ആരാന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മുയലാകാസുരൻ വാഴുന്നു എന്നാ പറയാ. ദുർഗാദേവിയുടെ ചേവടി ചുവട്ടില് മഹിഷാസുരൻ നിരന്തരമായി കുടികൊണ്ടിരിക്കുന്നു. മഹിഷാസുരൻ ദേവിയുടെ അടുത്തുണ്ട് ഇല്ലേ? ഇനി അതുപോലെ അഹങ്കാരത്തിന്റെ പ്രതിബിംബമായിരിക്കുന്ന അജത്തെ ശ്രീ സ്കന്ദദേവനും സ്വീകരിക്കുകയാണ്. അപ്പൊ ഇവിടെ മുയലാഘാസുരനെ പോലെയും മഹിഷാസുരനെ പോലെയും അജവും അജ്ഞാന പ്രതീകമാണ്. ഈ ദുഷ്ടന്മാരല്ല ഈ ദേവന്മാരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മളാണെങ്കിലും ഇവിടെ ഈശ്വരാന്ന് വെച്ചിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല അല്ലെ? സാരല്ലേ രുക്മ മാതാജി, നമുക്ക് എത്താൻ പറ്റുന്നില്ല. ഈ ദുഷ്ടമൃഗങ്ങളല്ല എന്തെങ്കിലും പണിയൊപ്പിച്ചിട്ട് അടി വാങ്ങിയിട്ട് അവരെ ദേവന്മാരുടെ അടുത്ത് പോയിരിക്കും. ജ്ഞാനമൂർത്തികൾ അജ്ഞാന പ്രതീകങ്ങളിൽ ആരൂഢരാകുന്നു. അന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ജ്ഞാനം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മളുടെ ചിന്തകൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ വഴിതെറ്റിക്കും അല്ലെ? എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, നടക്കുന്നില്ല എന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ 10 വർഷം പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ലേ? ഒരു നേരത്തെ അവിശ്വാസം മതി കോടി ജന്മങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ആ പുണ്യം ഇല്ലാതാക്കാൻ. അപ്പൊ ഒരിക്കലും അവിശ്വാസത്തിന്റെ വഴിയെ സഞ്ചരിക്കാൻ പാടില്ല. ജ്ഞാനമൂർത്തിയായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപന് ഇഷ്ടാനിഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല. നാം വെറുക്കുന്നവയെ പോലെയും ഈശ്വരൻ തള്ളിക്കളയുന്നില്ല. നമ്മൾ എന്തെങ്കിലും വെറുത്തു കഴിഞ്ഞാൽ ഭഗവാൻ അതുപോലും തള്ളിക്കളയുന്നില്ല. നാം തള്ളിക്കളയുന്നവയെ സ്വാധീനിക്കുന്ന ഈശ്വരൻ അവയെ തന്നിൽ തന്നെ നിക്ഷിപ്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഭഗവാൻ എത്രമാത്രം, സനൽ പ്രഭു എവിടെയായിരുന്നു? കുറെ നാളായാലും കണ്ടിട്ട്. അപ്പൊ ഭഗവാൻ എത്രമാത്രം ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ആലോചിച്ച് നോക്കൂ. നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടി നമ്മൾ അത് നടക്കുന്നില്ല ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനയുടെ ശക്തി കുറയ്ക്കുകയാണ്. അഗ്നിദേവന്റെ വാഹനമാണ് ആട്. അഗ്നി തന്നെയാണ് ശ്രീ കുമാരദേവനും. വേദങ്ങളിൽ സ്കന്ദനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് അഗ്നി പുഷ്പം എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അഹങ്കാരം എന്ന അജത്തെ ശ്രീ മുരുകദേവൻ സ്വീകരിച്ചിരിക്കുന്നത്. അഗ്നി ഭഗവാന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്ത് അഗ്നിക്ക് താപം എന്ന ശക്തി നൽകിക്കൊണ്ടുവരുന്ന മൂലാഗ്നിയായവൻ താൻ തന്നെയാണെന്ന് ലോകത്തെ ബോധിപ്പിക്കുന്നതിന് അജാരൂഢനായിരിക്കുന്ന, എന്താ പറയാ, ഒരു മിനിറ്റ് കേട്ടോ, ഇവിടെ എന്തോ വെജിറ്റബിൾ ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഓഫ് ചെയ്യാവോ? അപ്പോ അജാരൂഢമായിരിക്കുന്ന ആ പയറൊന്ന് ഓഫ് ചെയ്യൂ. അജാരൂഢനായിരിക്കുന്ന ശ്രീ സ്കന്ദദേവൻ ലോകമെങ്ങും ദിഗ്വിജയം ചെയ്തു അല്ലെ? അപ്പോ സ്കന്ദദേവൻ അപ്പോ അജൻ എന്നും അജാരൂഢനായി ദിഗ്വിജയം ചെയ്തതിനാൽ അജവാഹനൻ എന്നും ശ്രീ സ്കന്ദദേവനെ വേദങ്ങൾ പുകഴ്ത്തുന്നു. ഒന്നും കൂടി പറഞ്ഞുതരാം. അഗ്നിദേവന്റെ വാഹനമാണ് ആട് അല്ലെ? അപ്പൊ അഗ്നി തന്നെയാണ് ശ്രീ കുമാരദേവനും. അഗ്നി തന്നെയാണ് ആര്? നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി. വേദങ്ങളിൽ സ്കന്ദനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അഗ്നി പുഷ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഹങ്കാരം എന്ന അജത്തെ ശ്രീ മുരുകദേവൻ സ്വീകരിച്ചിരിക്കുന്നത്. അഗ്നി ഭഗവാന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്തത്. ഓക്കെ, അഗ്നിക്ക് താപം എന്ന ശക്തി അരുളി ചെയ്തു വരുന്ന മൂലാഗ്നിയാണ് താൻ. അഗ്നിക്ക് താപം, ചൂട് എന്ന് പറയുന്ന ആ ശക്തി നൽകിക്കൊണ്ടിരിക്കുന്ന മൂലാഗ്നിയാണ് ആര്? സ്കന്ദദേവൻ എന്ന് ലോകമെങ്ങും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ജനിക്കാത്തവൻ, ജനനമില്ലാത്തവൻ സ്കന്ദദേവൻ എന്ന അർത്ഥത്തില് അജനെന്നും അജാരൂഢനായി ദിഗ്വിജയം ചെയ്തതിനാൽ അജവാഹനനെന്നും ശ്രീ സ്കന്ദദേവനെ വേദങ്ങളിൽ പറയുന്നുണ്ട്. 3 ദോഷങ്ങളെയും ഇല്ലാതാക്കാനും അകറ്റാനും ശ്രീ സ്കന്ദദേവൻ സർവശക്തനാണ് എന്നുള്ളതിന്റെ തെളിവാണത്. ആന, ആട്, മയിൽ മുതലായവയെ ദേവൻ വാഹനമായി സ്വീകരിച്ചിട്ട് അഹങ്കാരത്തെ എല്ലാം ശമിപ്പിച്ചിരിക്കുകയാണ്. അഹങ്കാരം, കന്മഷം, മായ, അതാണ് മനസ്സിലാക്കേണ്ടത്. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഹങ്കാരമാണ് ഇവിടെ.
ആട് എന്ന് പറഞ്ഞാൽ കന്മഷമാണ്. മയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ മായയാണ്. കാരണം നമ്മളെ അങ്ങ് മയക്കിക്കളയും മയിൽ, അല്ലെ? അപ്പൊ ഈ ആന, ആട്, മയിൽ മുതലായ 3 വാഹനങ്ങളെയാണ് ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഈ 3 വാഹനങ്ങളിലൂടെയും 3 ദോഷങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഹങ്കാരം, കന്മഷം, മായ. നമ്മുടെ ജനനത്തിന്റെ പരമാണുവിൽ പോലും നിലനിൽക്കുന്നത് അഹം, ഞാൻ എന്ന ബോധമാണ്, അല്ലെ? നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഞാൻ, എന്റെ, എനിക്ക് എന്നാണ് പറയുക. നമ്മൾ, നമുക്ക്, നമ്മുടെ എന്ന് പറയാൻ ആരും ശ്രമിക്കാറില്ല. അപ്പൊ നമ്മൾ ജനിക്കുമ്പോ തന്നെ അഹം എന്ന ഭാവത്തോടു കൂടിയാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാൻ ആർക്ക് സാധിക്കും? മുരുകന് സാധിക്കും. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ നിസാരമായിട്ട് പടി കയറിപ്പോ എന്ന് പറയുന്ന ആൾക്കാർ പോലും ഇന്ന് റോപ്വേയിൽ കയറി മുരുകനെ കാണാൻ കയറുന്നുണ്ട്. 1001, 1008, 2000 പടിയൊക്കെ ഈസി ആയിട്ട് കയറുന്നു പറയുന്ന ആൾക്കാർ പലരും ആ പഴനിമല കയറുന്ന സമയത്ത് പാതി വഴിയിലിരിക്കുന്ന കാണാം. ഞാനെന്ന ഭാവത്തോടുകൂടി എന്റെ ആരോഗ്യം അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് കയറിപ്പോകാൻ സാധിക്കുന്ന എല്ലാവർക്കും തളർച്ചയോട് കൂടിയാണ് അവിടെ കയറി ചെല്ലാൻ സാധിക്കുന്നത്, അല്ലെ? ഇനി ഞാൻ കാലങ്ങളായി പോകുന്നു, വർഷങ്ങളായി പോകുന്നു, ഞാൻ ഈസി ആയിട്ട് കയറുന്നു പറഞ്ഞിട്ട് കയറാൻ പോകുന്നവനെ പോലും ഭഗവാൻ ഇടയ്ക്കിട്ടൊന്ന് പരീക്ഷിക്കും. നിനക്കും കുറച്ച് എന്താണ് സുഖമായിരിക്കുന്നു, നിനക്കും കുറച്ച് തളർച്ചയൊക്കെ ഉണ്ടെന്ന് നീ മനസ്സിലാക്ക് എന്ന് തന്നെ ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കും. അതിനാണ് ഭഗവാൻ അത്രയും ഉയർത്തി കയറിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കാണപ്പെടുന്ന ദോഷമാണ് കന്മഷം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ധിക്കാരം. കന്മഷം എന്ന് പറഞ്ഞാൽ ധിക്കാരം. നാം പരമ്പൊരുളിൽ നിന്ന് അകന്നിട്ട് അജ്ഞാനത്തിങ്കൽ നിലനിന്ന് കഴിഞ്ഞാലാണ് മായ ഉണ്ടാവുന്നത്. നമ്മൾ എപ്പോഴാണോ ഭഗവാനിൽ നിന്ന്, പരമാത്മാവിൽ നിന്ന് മാറിയിട്ട് ഞാനെന്ന ഭാവത്തിലേക്ക് നമ്മൾ മാറുന്നത്, അവിടെ ആരാണ് ഉണ്ടാവുന്നത്? മായയാണ് അവിടെ ജനിക്കുന്നത്. അപ്പൊ ആ മായയ്ക്ക് നമ്മൾ ഒരിക്കലും അധീനപ്പെടാൻ പാടില്ല. എപ്പോഴാണോ നമ്മൾ മായ നമ്മളെ പിടിക്കുന്നത്, അതോടുകൂടി നമ്മുടെ ജീവിതവും തീർന്ന് ജന്മജന്മാന്തരങ്ങൾ നമ്മൾ ഇനി ദുരിതം അനുഭവിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരായി. അതുകൊണ്ട് ഭഗവാന്റെ ബാഹ്യശക്തിയായ മായയിലേക്ക് നമ്മൾ പോകാതെ ഭഗവാന്റെ അന്തർശക്തിയായിരിക്കുന്ന ശ്രീമതി രാധാറാണിയെ നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം. അപ്പൊ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും, എങ്കിലും സാരില്ല. നമ്മള് അതൊക്കെ മറികടക്കാനുള്ള ശക്തി ഭക്തിയിലൂടെ ഉണ്ടാക്കിയെടുക്കണം. അതിന് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, ഇതാണ് നമുക്ക് ഏറ്റവും ഉചിതമായിരിക്കുന്നത്. ആത്മാവുണ്ടെങ്കിൽ അഹങ്കാരവും ഉണ്ട്, ഇല്ലേ? ആത്മാവുണ്ടെങ്കിൽ ശരീരം ഉണ്ടാവും. ശരീരം വന്നു കഴിഞ്ഞാൽ ഞാനെന്ന ഭാവമായി. ആ ഞാനെന്ന ഭാവം വന്നാൽ അഹങ്കാരമായി. അഹങ്കാരം കന്മഷത്തിലെത്തും, അത് പിന്നെ മായയിലെത്തും, പുനർജന്മത്തിന് കാരണമാവും. അതിനെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് കന്മഷം, മായ ഇതൊക്കെ നിലകൊള്ളുന്നത്, അല്ലെ? അഹങ്കാരത്തിന്റെ ശക്തി ഇല്ലാണ്ടാക്കി മാറ്റണം നമ്മൾ. സൗന്ദര്യത്തിലും പ്രവർത്തനത്തിലും ഒക്കെ ഊറ്റം കൊള്ളുന്ന മയിൽ, നല്ല സൗന്ദര്യമുണ്ട്, നന്നായിട്ട് എല്ലാരെയും ആകർഷിപ്പിക്കാൻ പറ്റും, ഇതൊക്കെ മയിലിനുള്ള കഴിവാണ്. അപ്പൊ ഈ അഹങ്കാരത്തെ എന്താണ്? മയിലിന് അഹങ്കാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തോന്നുന്നതെല്ലാം അപ്പാടെ പ്രവർത്തിച്ച് ഉന്മത്തയോടെ ചരിക്കുന്ന ആന. ആന വരുന്ന സമയത്ത് മുമ്പിൽ എന്താ, സൈഡിൽ എന്താന്നൊന്നും ആന ചിന്തിക്കില്ല. തോന്നുന്ന പോലെ ഒക്കെ ആന എന്തൊക്കെ ചെയ്യും, അതൊക്കെ ആന ചെയ്യും. അപ്പോ ഇങ്ങനെയുള്ള ആന കന്മഷദോഷത്തെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അറിവിന്റെ കണിക പോലും സിദ്ധിച്ചിട്ടില്ലാത്ത അജത്തെ മായയായും നമ്മൾ ധരിക്കാം, മനസ്സിലാക്കണം. കാലാകാലത്തിൽ ഉദരം ശുദ്ധമാക്കിയിട്ടില്ലെങ്കിൽ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടും, ഇല്ലേ? നമ്മളുടെ ശരീരത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് വയറാണ്. അപ്പൊ സമയാസമയത്ത് നമ്മൾ വയറ് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിച്ചു പോകും. അതുപോലെ അഹങ്കാരവും കന്മഷവും മായയും അകറ്റിയിട്ടില്ല എന്നാണെങ്കിൽ ആത്മാവിന് ഒരിക്കലും മോക്ഷപ്രാപ്തി ഉണ്ടാവില്ല. മോക്ഷപ്രാപ്തി കിട്ടാതെ നമ്മൾ വീണ്ടും 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 പുനർജന്മം എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള പുനർജന്മത്തിന് കാരണമാകാതിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം. ശ്രീ സ്കന്ദദേവ തിരുവടികളിൽ അഹങ്കാരം മയിലിനെ പോലെയും മായ എന്ന ദോഷം അജത്തെ പോലെയും കന്മഷദോഷം മെരുക്കിയെടുക്കപ്പെട്ട ഗജത്തെ പോലെയും അടങ്ങി ഒതുങ്ങി അനുസരണയോടെ നിലകൊള്ളുന്നു. ഈ ആനയും ആടും മയിലും ഒക്കെ ഭഗവാന്റെ മുന്നിൽ അനുസരണയോട് കൂടി ഇരിക്കുകയാണ്. അപ്പൊ അഹങ്കാരം, കന്മഷ, മായ ഇതൊന്നും ഭഗവാന്റെ മുമ്പിൽ സ്ഥാനമില്ല. എല്ലാം അടങ്ങി ഒതുങ്ങി മിണ്ടാതെ ഇരിക്കും ഭഗവാന്റെ മുന്നിൽ. മനസ്സിലായില്ലേ? ഇനി ബ്രഹ്മാവിന്റെ കാരാഗ്രഹവാസം ആദ്യമായിട്ടാണല്ലേ അങ്ങനെ ഒരു അനുഭവം. ബ്രഹ്മാവിന് എന്തിനാ കാരാഗ്രഹവാസം എന്ന് നോക്കാം. അജാരൂഢനായിട്ട് ദിഗ്വിജയം നടത്തിയ ശ്രീ സ്കന്ദദേവൻ, അജത്തിന്റെ മുകളിൽ കയറിയിട്ട് എല്ലാ സൈഡും വിജയം നേടിയ ശ്രീ സ്കന്ദദേവൻ സഹോദരന്മാരായിരിക്കുന്ന 1,09,000 വീരന്മാരുമൊത്ത് കൈലാസാദ്രിയെ പ്രാപിച്ചു. നേരെ ഭഗവാൻ എന്താ ചെയ്തത്? അജത്തിന്റെ മുകളിൽ കയറിയിട്ട് എല്ലാ സ്ഥലവും വിജയം കൈവരിച്ചിട്ട് 1,09,000 വീരന്മാരും ഒത്തിട്ട് ഭഗവാൻ നേരെ കൈലാസത്തിലേക്ക് പോവാണ്. പോയിട്ടോ ഒരു ദിവസം ബ്രഹ്മദേവനും ദേവേന്ദ്രാദി ദേവന്മാരും കിന്നര പുരുഷന്മാരും സിദ്ധവിദ്യാരണ്യന്മാരും ശ്രീ പാർവതീ പരമേശ്വര ദർശനം നടത്തി ആശീസ്സുകൾ നേടുന്നതിന് കൈലാസാദ്രിയിലെത്തുകയാണ്.
അപ്പൊ ഒരു ദിവസം ബ്രഹ്മദേവൻ വന്നു. എന്താണ് ദേവേന്ദ്രാദിദേവന്മാര് എല്ലാവരും വന്നു. കിംപുരുഷന്മാരുണ്ട്, സിദ്ധവിദ്യാധരന്മാരുണ്ട്, എല്ലാവരും വന്നിട്ട് മഹാദേവന്റെയും ദേവിയുടെയും അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് കൈലാസത്തിലെത്തി. അപ്പോ സർവേശ്വര സന്നിധാനത്തിലേക്കുള്ള ഗോപുരവാതിൽക്കൽ, അതായത് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന ആ കൈലാസത്തിന്റെ ഗോപുരത്തിന്റെ വാതിൽക്കല് ശ്രീ സ്കന്ദദേവൻ എന്താ ചെയ്തത്? 1,09,000 സഹോദരന്മാരും ഒത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മദേവൻ ഒഴികെ മറ്റുള്ള ദേവന്മാരെല്ലാം പോയിട്ട് ശ്രീ കുമാരദേവന്റെ ആ തൃപ്പാദങ്ങളിൽ എന്താ ചെയ്തത്? ഇസ്കോൺ കോഫി. ശ്രീ പരമേശ്വര ദേവന്റെ സന്നിധാനത്തിലേക്ക് പ്രവേശിച്ചു അല്ലെ. എല്ലാവരും പോയിട്ട് നേരെ പോയിട്ട് സ്കന്ദദേവന്റെ തൃപ്പാദങ്ങളിൽ, ബ്രഹ്മദേവൻ ഒഴികെ ബാക്കി എല്ലാവരും സ്കന്ദദേവന്റെ തൃപ്പാദങ്ങളിൽ പോയിട്ട് നമസ്കരിച്ചിട്ട് നേരെ മഹേശ്വര ഭഗവാന്റെ അടുത്ത് പോയിട്ട്, മഹാദേവന്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോയി. ശിവശക്തി ദർശനവും പൂജയും കഴിഞ്ഞ ദേവന്മാരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. ഹര ഹര മഹാദേവാന്ന് ഈശ്വരനാമം പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപുര കവാടം വഴി പുറത്തേക്ക് വന്നു. എല്ലാവരും പുറത്തേക്ക് വന്നു. ഓക്കെ. ആ സമയത്ത് ശ്രീ സ്കന്ദദേവൻ രത്നസിംഹാസനത്തിൽ ഉപവിഷ്ടനായി. ഈ സമയത്ത് എല്ലാവരും പോയ സമയത്ത് സ്കന്ദദേവൻ രത്നം കൊണ്ടുള്ള സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. തന്റെ സഹോദരന്മാരും ഒത്തിങ്ങനെ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി വരികയാണ്. അപ്പോ അങ്ങനെ രസിച്ചിരിക്കുന്ന സമയത്ത് ശ്രീ മുരുകദേവ ദർശനം സിദ്ധിച്ച സന്തോഷത്തിൽ ദേവന്മാരും തൃച്ചേവടികൾ വന്ദിച്ചിട്ട് ദേവനാമ സങ്കീർത്തനങ്ങൾ ഉരുവിട്ട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും മുരുകന്റെ നാമങ്ങളെല്ലാം പറഞ്ഞ് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ പ്രായം കൊണ്ടും അറിവ് കൊണ്ടും സ്കന്ദദേവനെ ബാലകൻ എന്ന് കരുതിയ ബ്രഹ്മദേവൻ പ്രായം കൊണ്ടും അറിവ് കൊണ്ടും ഈ മുരുകനെ ഒരു ബാലകൻ എന്ന രീതിയിൽ ആര് കരുതി? നമ്മുടെ ബ്രഹ്മദേവൻ കരുതി. വന്ദിച്ചില്ല, സ്തുതിച്ചില്ല. അഹങ്കാരത്തോടുകൂടി ബ്രഹ്മദേവൻ പോയി. ഒരു തരത്തിലും വന്ദിക്കോ സ്തുതിക്കോ ഒന്നും ചെയ്തില്ല. ത്രിമൂർത്തികൾക്കും ദേവന്മാർക്കും സമാരാധ്യനായിരിക്കുന്ന മുരുകദേവനെ ബ്രഹ്മാവ് അവഗണിച്ചത് അഹങ്കാരം കൊണ്ടല്ലാതെ മറ്റെന്ത് കാരണം കൊണ്ടാണ്? അല്ലെ, ഞാനാണ് ബ്രഹ്മദേവൻ, എനിക്ക് നല്ല അറിവുണ്ട്, ഞാൻ സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന ഭാവത്തില് മുരുകദേവനെ വന്ദിക്കാനും പോയില്ല, ഒന്നിനും പോയില്ല. അത് തെറ്റല്ലേ? അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല, ഒരാളിലും ഉണ്ടാവരുത്. കാരണം എന്താ? നമ്മളെക്കാൾ വലിയവരാവട്ടെ ചെറിയവരായിക്കോട്ടെ, നമസ്തേ എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നിലുള്ള ദൈവത്തെ ഞാൻ നമസ്കരിക്കുന്നു, അതാണ് അർത്ഥം. നമ്മൾ ആരെയും വന്ദിക്കാൻ ശ്രമിക്കണം, നമ്മൾ ആരെയും നിന്ദിക്കാൻ പാടില്ല, വന്ദിക്കണം. ഏത് ജീവാത്മാവിനെയും വന്ദിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഭക്തി എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അപ്പോ ഈ ബ്രഹ്മദേവൻ അവിടെ അവഗണന കാണിച്ചപ്പോ അത് അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഉണ്ടായത് അല്ലെ. ശിവനും സ്കന്ദദേവനും രണ്ട് ശക്തികളല്ല എന്ന് ബ്രഹ്മദേവനെ ധരിപ്പിക്കണം. അപ്പോ മഹാദേവനും ഈ സ്കന്ദദേവനും രണ്ടും രണ്ടല്ല, ഒന്നാണ് എന്ന് ബ്രഹ്മദേവൻ പഠിച്ചേ പറ്റൂ. ശ്രീ മുരുകദേവനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ശിവപാർവതി പൂജകൾക്കൊന്നും തന്നെ അർത്ഥമില്ല. മുരുകദേവനെ മാറ്റി നിർത്തിയിട്ട് മഹാദേവനെയും ദേവിയെയും ആരാധിക്കുകയാണെങ്കിൽ അതിനൊരു അർത്ഥവും ഇല്ല. അപ്പോ ബ്രഹ്മദേവ വചനങ്ങളിൽ കൂടി തന്നെ ലോകവാസികളെ ബോധിപ്പിക്കണമെന്ന് മുരുകദേവൻ കുറച്ച് ഗൗരവഭാവത്തോടു കൂടി വിചാരിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്താണെങ്കിലും ശരി, ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഈ ലോകത്തുള്ള ഓരോ ജീവാത്മാക്കളും മനസ്സിലാക്കണം, ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഒന്നാണ്. അതുകൊണ്ട് തന്നെ മുരുകദേവനെ വന്ദിക്കാതെയും പരമേശ്വരനെ വന്ദിച്ചിട്ട് കാര്യമില്ല. എന്ത് തന്നെ വന്നാലും ശരി, ബ്രഹ്മാവിന്റെ വാക്കുകളിൽ കൂടി തന്നെ ഈ ലോകത്തുള്ളവരെ അത് ബോധിപ്പിക്കണമെന്ന് നിശ്ചയിച്ച മുരുകദേവൻ ഗൗരവഭാവത്തോടുകൂടി നടന്നകലുന്ന ആ മഹാൻമുഖനെ അരികിലേക്ക് വിളിച്ചു. കുറച്ച് ഗൗരവത്തോടു കൂടി തന്നെ നമ്മുടെ സ്കന്ദദേവൻ ബ്രഹ്മദേവനെ ഇങ്ങ് വിളിച്ചു. മുരുകദേവന്റെ സന്നിധിയിലെത്തിയ വിരിഞ്ചൻ എന്താ ചെയ്തത്? മനസ്സില്ലാ മനസ്സോടെ ഒന്ന് പ്രണമിക്കുന്നത് പോലെയൊക്കെ ഒന്ന് ഭാവിച്ചങ്ങോട്ട് നിന്നു. ബ്രഹ്മദേവന്റെ ആ അലംഭാവം മനസ്സിലാക്കിയ മുരുകദേവൻ ചോദിച്ചു, ആട്ടെ, നിങ്ങൾ എന്ത് തൊഴിലാണ് ചെയ്തു പോരുന്നത്? എന്താ നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചു. ഗംഭീര ധ്വനിയിൽ ഓർക്കാതെ ഇരിക്കുന്ന, അതായത് ഒരു തരത്തിലും ചിന്തിക്കാത്ത ആ സ്കന്ദദേവന്റെ ചോദ്യം കേട്ട് ബ്രഹ്മദേവൻ ഒന്ന് ഞെട്ടി. ഓരോ തൊഴിൽ ചെയ്യുന്നതിനും പ്രത്യേകം ദേവന്മാരെ നിയമിച്ചു പോരുന്നവൻ താനാണെന്നുള്ള അർത്ഥം മുരുകദേവന്റെ ചോദ്യത്തിൽ നിന്ന് വ്യക്തമായിരുന്നു അല്ലെ. അപ്പോ ബ്രഹ്മദേവനെ വിളിച്ചിട്ട്, എന്താ നിങ്ങളുടെ ജോലി, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ആ ചോദ്യം കേട്ടപ്പോ ബ്രഹ്മദേവൻ ഒന്ന് ഞെട്ടി. കാരണം എന്താ? മുരുകദേവനാണ് ഓരോരുത്തർക്കും ഓരോരോ ജോലി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ്. ബ്രഹ്മദേവൻ പറഞ്ഞു, ശ്രീ ഗംഗാധരദേവന്റെ കൽപ്പന അനുസരിച്ച് സൃഷ്ടി എന്ന തൊഴിൽ ചെയ്യുന്നവനാണ് ഞാൻ. ഒരല്പം അഹങ്കാരത്തോടെ തന്നെ, ഭയം കൊണ്ടോ ബഹുമാനം കൊണ്ടൊന്നും അറിയില്ല. ഇത് പറഞ്ഞെങ്കിലും ബ്രഹ്മദേവന്റെ തൊണ്ട ഒന്ന് ഇടറി. മുരുകദേവൻ ചോദിക്കണം, അപ്പം
ഓഹോ, അപ്പൊ സൃഷ്ടികർത്താവായ നിങ്ങൾ വേദശാസ്ത്ര പണ്ഡിതനായിരിക്കണമല്ലോ. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, എണ്ണമില്ലാത്ത ശിവാഗമ ശാസ്ത്രങ്ങളുടെ ഉറവിടമായിരിക്കുന്ന ശ്രീ ഗംഗാധരൻ അവയിൽ ചിലവ എനിക്കൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. അവ എന്നിൽ മനഃപ്പാഠമാവുകയാണ്. എനിക്കത് മനഃപ്പാഠമായിട്ടുമുണ്ട്, എനിക്കറിയാം എന്ന് പറഞ്ഞു. ബ്രഹ്മദേവൻ ഇത് പറഞ്ഞപ്പം സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ട സ്കന്ദദേവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. വേദപാഠം ചെയ്തു എന്നല്ലാതെ വേദപൊരുകളെ കുറിച്ച് ബ്രഹ്മാവിന് എന്തറിയാം, അജ്ഞാനിയാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് സ്കന്ദദേവൻ പറഞ്ഞു, കൊള്ളാം, വേദബോധജ്ഞാനം നിങ്ങൾക്കുണ്ടെങ്കിൽ ആദ്യ വേദമായിരിക്കുന്ന ഋഗ്വേദത്തെ കുറിച്ചൊന്ന് പറ, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യ വേദമായിരിക്കുന്ന ഋഗ്വേദത്തെ കുറിച്ചൊന്ന് പറ, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. വേദങ്ങളുടെ എല്ലാം പ്രഥമ മന്ത്രമായിരിക്കുന്ന ഓം എന്ന മന്ത്രത്തോടെ ബ്രഹ്മദേവൻ ഋഗ്വേദം പറയാൻ തുടങ്ങി. പ്രണവമന്ത്രത്തെ തിരുമുഖങ്ങളിൽ നിന്ന് ഒന്നൊന്നായി അരുളി ചെയ്യുന്ന വേദമന്ത്രപ്പൊരുളായ ശ്രീ സ്കന്ദദേവൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് ബ്രഹ്മദേവനോട് പറഞ്ഞു, സൃഷ്ടാവെ നിർത്തിയാലും നിങ്ങൾ ആദ്യമായി ഉരുവിട്ട ഓം എന്ന പ്രണവമന്ത്രത്തിന്റെ അർത്ഥം എന്താണ്, അത് പറയും എന്ന് പറഞ്ഞു. പ്രണവമന്ത്രപ്പൊരുൾ എന്തെന്നറിയാത്ത ബ്രഹ്മദേവൻ ആകെ പ്രശ്നത്തിൽപ്പെട്ട് കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെയും നാക്കും തൊണ്ടയൊക്കെ വരണ്ടു പോകുന്നത് പോലെയും ബ്രഹ്മദേവന് തോന്നുകയാണ്. ശ്രീ പരമേശ്വരൻ എഴുന്നള്ളി അമരുന്ന പീഠമായും സകല മന്ത്രവേദാദികൾ മൂലമായും മറ്റുള്ള ദേവന്മാരുടെ സൃഷ്ടി സ്ഥാനമായും കാശിയിൽ പരലോകപ്രാപ്തി നേടുന്നവർക്ക് സർവേശ്വരൻ ഉപദേശിച്ചരുളുന്ന താരക ബ്രഹ്മമായും വിളങ്ങുന്ന പ്രണവമന്ത്രത്തിന്റെ അർത്ഥം എന്തെന്നറിയാൻ കഴിയാത്ത സൃഷ്ടികർത്താവായിരിക്കുന്ന കമലാസനൻ ബ്രഹ്മദേവൻ വിഷമിച്ചു വിയർക്കാണ്. ഓം എന്ന് പറയുന്ന പ്രണവമന്ത്രത്തിന്റെ അർത്ഥമാണ് സ്കന്ദദേവൻ ബ്രഹ്മദേവനോട് ചോദിക്കുന്നത്. സർവോപരി അപമാനം കൊണ്ട് ബ്രഹ്മദേവന്റെ തല കുനിഞ്ഞു. കാരണം എന്താ, ഈ ഓം എന്ന് പറയുന്ന പ്രണവമന്ത്രത്തിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ മഹാദേവൻ ഇരിക്കുന്ന പീഠമാണ് ഓം എന്ന് പറയുന്നത്. സകല മന്ത്ര വേദാദികൾക്ക് മൂലമാണ് ഓം എന്ന് പറയുന്നത്. മറ്റുള്ള ദേവന്മാരുടെ സൃഷ്ടി സ്ഥാനമാണ് ഓം എന്ന് പറയുന്നത്. കാശിയിൽ പരലോകപ്രാപ്തി നേടുന്നവർക്ക് സർവേശ്വരൻ ഉപദേശിച്ചു കൊടുക്കുന്ന താരക ബ്രഹ്മമാണ് പ്രണവമന്ത്രാർത്ഥം എന്ന് പറയുന്നത്. ഇതൊന്നും അറിയാതെ പറയാൻ പറ്റാതെ ബ്രഹ്മദേവൻ അങ്ങ് വിഷമിക്കാൻ തുടങ്ങി. താരകം എന്ന പദത്തിന് തരണം ചെയ്യുന്നത് എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? താരകം എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുന്നത്, മറികടക്കുന്നത്. എന്തിനെയാണ് നമ്മൾ മറികടക്കേണ്ടത്? ജനനം എന്ന് പറയുന്ന മഹാസമുദ്രത്തെ, അല്ലെ? ജനിക്കാൻ മരിക്കുക പുനരാവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മറികടക്കേണ്ടത് ജനനം എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇതിനെയാണ് നമ്മൾ മറികടക്കേണ്ടത്. ജീവിതം എന്ന് പറയുന്ന മഹാസമുദ്രത്തെ തരണം ചെയ്യുവാൻ സഹായിക്കുന്നതിനാലാണ് ഓം എന്നത് താരകമന്ത്രമായിട്ട് പറയുന്നത്. താരകം എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുന്നത്. ജീവിതത്തെ നമ്മൾ തരണം ചെയ്യണം. ഓം എന്നാൽ പ്രണവമന്ത്രം. ആ ഓമിൽ സർവ്വദേവീ ദേവന്മാരും കുടികൊള്ളുന്നുണ്ട്. മഹാദേവന്റെ പീഠമാണത്. തരണം ചെയ്യണം. ജനനം എന്ന് പറയുന്ന മഹാസമുദ്രത്തെ നമ്മൾ തരണം ചെയ്യാൻ ഓം എന്ന് പറയുന്ന മന്ത്രമാണ്, പ്രണവമന്ത്രമാണ് നമ്മൾ ഉരുവിടേണ്ടത്. ഗർഭജന്മ ജനനാമരണ സംസാര മഹദ്ഭയാ സന്തരായതി തസ്മാത് താരകം എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ താരകോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് താരക ബ്രഹ്മത്തിന്റെ അർത്ഥം ബ്രഹ്മദേവന് അറിയില്ലായിരുന്നു. ഏതൊരുവനെ കൊണ്ടും സ്വയം അറിയാൻ സാധിക്കാത്ത തത്വമാണ് താരകമന്ത്ര തത്വം. ഒരാളെ കൊണ്ടും ഒറ്റയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഈശ്വര തൃപാദങ്ങളിൽ ഹൃദയശുദ്ധിയോടുകൂടി സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രണവമന്ത്രത്തിന്റെ തത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. പരിശുദ്ധമായിരിക്കുന്ന വേദങ്ങളുടെ എല്ലാം ആദിയിലും അന്ത്യത്തിലും വിളങ്ങുന്ന, എല്ലാ വേദമന്ത്രങ്ങളുടെ തുടക്കവും അവസാനവും ഇരിക്കുന്ന ഓം എന്ന് പറയുന്ന പ്രണവമന്ത്രാർത്ഥം എന്താണെന്ന് സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മദേവന് പോലും അജ്ഞാനമായിരുന്നു. ബ്രഹ്മദേവന് പോലും ഓം എന്ന് പറയുന്ന പ്രണവമന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോ സാധാരണക്കാരായിരിക്കുന്ന മറ്റുള്ളവർക്ക് അത് എങ്ങനെ അറിയാനാണ്?
ഇതറിയാമെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നത് പരിഹാസപ്രദമായിരിക്കുന്ന പ്രവണത കൊണ്ടാണ്. എല്ലാം അറിയുന്നവൻ എന്ന അഹങ്കാര ഭാവം ഉള്ളത് കൊണ്ടാണ് ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രത്തിന്റെ എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം പഠിച്ചു, ഞാൻ എല്ലാം ചെയ്യും എന്ന് പറയുന്ന ആൾക്കാരോട് ചോദിക്കുക, ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുക. മനസ്സിലായില്ലേ? ഒന്നും കൂടെ പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞു തരാം. ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കുക, ഓം എന്ന് പ്രണവ മന്ത്രം എന്താണ്? ഓം, ഈ ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം എന്താണ്? ഒന്ന് പറഞ്ഞുതരാൻ പറഞ്ഞാൽ മതി, പിന്നെ സംസാരിക്കില്ല. പ്രണവ മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവന്റെ പീഠമാണ്, സകല മന്ത്ര വേദാദികൾക്ക് മൂലമാണ്, എല്ലാ മന്ത്രങ്ങൾക്കും വേദങ്ങൾക്കും ബേസ്മെന്റ് മൂലമാണ്, മറ്റുള്ള ദേവന്മാരുടെ സൃഷ്ടി സ്ഥാനമാണ്. ആ ഓമിൽ നിന്നാണ് എല്ലാ ദേവീ ദേവന്മാരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കാശിയില് പരലോക പ്രാപ്തി നേടുന്നവർക്ക് എന്താണ് അത് തന്നെയാണ് ഭഗവാൻ. നമ്മൾ ഇതെല്ലാം കണക്റ്റായി വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഭഗവാനിലേക്ക് എത്തും. അതിനാണ് ഈ പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം എടുക്കുന്നത്. അവസാനം എന്താ ഉണ്ടാവുന്നത്? പരലോക പ്രാപ്തി നേടുന്നവർക്ക് സർവേശ്വരൻ ഉപദേശിച്ചു നൽകുന്ന താരക ബ്രഹ്മമായിട്ടാണ് പ്രണവ മന്ത്രം അറിയപ്പെടുന്നത്. മനസ്സിലായില്ല? അപ്പം ഇനി എന്തെങ്കിലും ഒക്കെ ഭക്തിയെ കുറിച്ച് വലിയ വാക്കുകൾ പറയുന്നവരോട് ചോദിക്കുക, പ്രണവ മന്ത്രം എന്താണ്? ഓം. ഓമിന്റെ അർത്ഥം എന്താന്ന് ചോദിക്കുക. പിന്നെ മിണ്ടില്ല. അപ്പൊ താരകോപനിഷത്തിലൊക്കെ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഇനി പരിശുദ്ധമായിരിക്കുന്ന വേദങ്ങളുടെ എല്ലാം ആദിയിലും അന്ത്യത്തിലും വിളങ്ങുന്ന ഓം എന്ന പ്രണവ മന്ത്രാർത്ഥം എന്താണെന്ന് സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മദേവന് പോലും അറിയുന്നില്ല. പിന്നെ സാധാരണക്കാരനായിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ്? അപ്പൊ അതും മനസ്സിലാക്കാം നമ്മള്. ശ്രീ ഗംഗാധര ദേവനോട് പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ മറന്നുപോയ തന്റെ ബുദ്ധിഹീനതയെ കുറിച്ച് ഓർത്ത് ബ്രഹ്മദേവൻ ഒരുപാട് ദുഃഖിച്ചു. കാരണം എന്താണ്? ഗംഗാധരനോട് ചോദിക്കണം, മഹാദേവനോട് ചോദിക്കണം, ഓമിന്റെ അർത്ഥം എന്താണ്? എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പക്ഷെ ഇതിന്റെ അർത്ഥം മാത്രം പറഞ്ഞു കൊടുക്കാൻ ചോദിക്കാൻ ആര് നിന്നില്ല? ബ്രഹ്മദേവൻ ചോദിച്ചില്ല. അതോർത്ത് ബ്രഹ്മദേവൻ വളരെയധികം ദുഃഖിച്ചു. വേണ്ടതൊന്നും ഗ്രഹിക്കാത്തവനെങ്കിലും അഹം എന്ന ഭാവം അഭിനയിച്ച് നടന്ന ബ്രഹ്മദേവനോട് ശ്രീ സ്കന്ദദേവന് കൃപ തോന്നിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, സ്കന്ദദേവന് ബ്രഹ്മദേവനോട് ഒരു തരത്തിലുള്ള ഒരു പാവവും തോന്നിയില്ല. കാരണം അത്രയും അഹങ്കാരം ഉണ്ടായിരുന്നു. മുരുകദേവൻ ചോദിച്ചു, കൊള്ളാം, പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത നിങ്ങൾ സ്രഷ്ടാവെന്ന് അഹങ്കരിച്ച് നടക്കുന്നത് അത്ഭുതം തന്നെയാണ്. പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം എന്താന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല, എന്നിട്ട് നിങ്ങൾ വലിയ അഹങ്കാരിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അല്ലെ? ഇതെന്താ കഥ? ഇതൊക്കെയാണോ ഇതിന്റെ ശരി എന്ന് ചോദിച്ച് മുരുകദേവൻ ബ്രഹ്മദേവനെ അങ്ങ് നന്നായിട്ട് അങ്ങ് ചോദിച്ചു. വിവരദോഷിയാകുമ്പോൾ സൃഷ്ടി വൈചിത്രത്തെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ, എല്ലാം അറിയാമെന്നല്ലേ പറഞ്ഞത്? ഋഗ്വേദമല്ലേ നിങ്ങൾ ആദ്യം പറഞ്ഞത്? ഋഗ്വേദം തുടങ്ങുന്നത് തന്നെ ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്ലെ? ആ ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാത്ത വിവരദോഷിയായ നിങ്ങൾ എന്ത് അറിവ്, എന്ത് ജ്ഞാനമുണ്ടെന്നോർത്താണ് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? കോപിഷ്ഠനായിരിക്കുന്ന സ്കന്ദദേവൻ ചതുർമുഖന്റെ 4 തലകളും എന്താ പറയാ ചിന്നിച്ചെതറുന്നത് പോലെ അടിച്ചു. ഭഗവാൻ ശരിക്ക് അടിച്ചു സ്കന്ദദേവൻ. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയെ കുറിച്ച് അത് ചെയ്യുന്നവൻ ബോധവാനായിരിക്കണം എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ. ഒരു പ്രവൃത്തി ചെയ്യുമ്പോ ആ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് പ്രവൃത്തി ചെയ്യുന്നവൻ ബോധവാനായിരിക്കണം. അല്ലാത്ത പക്ഷം വിപരീത ഫലങ്ങളെ ഉണ്ടാവും. അപ്പൊ പിന്നെ ചെയ്യാൻ പോകരുത്. ലോക സൃഷ്ടികൾ നടത്തുന്ന ബ്രഹ്മാവ് വേദശാസ്ത്ര വിധികളെ കുറിച്ച് തികച്ചും ബോധവാനായിരിക്കണം. അപ്രകാരമല്ലാതെ തന്റെ കൃത്യനിഷ്ഠയിൽ ബ്രഹ്മദേവൻ വീഴ്ച വരുത്തിയിരുന്നതിനാലാണ് സ്കന്ദദേവൻ കോപിഷ്ഠനായത്. മനസ്സിലായില്ലേ? അപ്പൊ സ്കന്ദദേവൻ ഇവിടെ എന്താ പറയുന്നത് ബ്രഹ്മദേവനോട്? ലോക സൃഷ്ടി നടത്തുന്നവനാണ് നിങ്ങൾ അല്ലെ? ആ ലോക സൃഷ്ടി നടത്തുന്ന ബ്രഹ്മദേവൻ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് ജ്ഞാനമില്ല എങ്കിൽ പിന്നെ അത് ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ബ്രഹ്മാവിന്റെ ശിരസ്സുകളിലാണ് പ്രഹരിച്ചിരിക്കുന്നത് സ്കന്ദദേവൻ. ബ്രഹ്മാവിന്റെ ശിരസിൽ ഒരു തൃക്കൈ കൊണ്ട് മാത്രമല്ല ശ്രീ സ്കന്ദദേവൻ പ്രഹരിച്ചത്, പിന്നെയോ 12 തൃക്കരങ്ങൾ കൊണ്ട് ബ്രഹ്മദേവന്റെ ഓരോ ശിരസിലും ഇട്ടടിച്ചു. പ്രഹരങ്ങൾ വീതം ദേവൻ എന്താ ചെയ്തത്? പ്രഹരിച്ച് ബ്രഹ്മാവിന്റെ 8 നാസാരന്ധ്രങ്ങളിൽ കൂടിയും 8 മൂക്കുകളിൽ കൂടിയും രക്തമൊലിച്ചതായിട്ടും തലനാരിഴകൾ പൊടിഞ്ഞ് ഭസ്മം എന്നതുപോലെ പറന്നതായിട്ടും പരമഭക്തനായിരിക്കുന്ന അരുണഗിരിയാർ വർണ്ണിച്ചിട്ടുണ്ട്. അരുണഗിരിയാർ പറഞ്ഞു, ഈ അടി കൊണ്ടിട്ട് ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നെല്ലാം രക്തം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മദേവന്റെ മുടിയെല്ലാം പൊട്ടി പറന്ന് പൊടിയായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബ്രഹ്മദേവന്റെ അഹംഭാവെല്ലാം മാറി പൂർണ്ണമായും അകന്ന്
പുണ്യാത്മാവാകുന്നതിന് വേണ്ടി ശ്രീ സ്കന്ദദേവൻ തന്റെ തൃപ്പാദങ്ങൾ കൊണ്ട് ബ്രഹ്മദേവനെ തള്ളി മറിച്ചിട്ട് സൃഷ്ടാവിന് പാദദീക്ഷ അരുളി ചെയ്തു. സൃഷ്ടാവിന്, അതായത് ബ്രഹ്മദേവന് ഭഗവാൻ പാദദീക്ഷ നൽകി. നമ്മുടെ മഞ്ജരീസിന്റെ ജ്ഞാനമഞ്ജരിയില് പാദദീക്ഷ എന്താന്ന് ഒരിക്കൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിലുള്ളവരെല്ലാം വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൽപ്പാന്ത കാലത്തോളം കഠിനമായിരിക്കുന്ന തപസ് അനുഷ്ഠിച്ചാലും സിദ്ധിക്കാത്ത ശ്രീ സ്കന്ദദേവ പാദദീക്ഷ സിദ്ധിക്കുവാൻ സൗഭാഗ്യം ലഭിച്ച ബ്രഹ്മദേവൻ പരമ പുണ്യവാൻ തന്നെയാണ്, അല്ലെ? എത്ര കോടിക്കണക്കിന് വർഷം നമ്മള് സ്കന്ദദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും എന്ത് ലഭിക്കില്ല? പാദദീക്ഷ ലഭിക്കില്ല. പക്ഷെ ബ്രഹ്മദേവന് പാദദീക്ഷ ലഭിച്ചു. എന്നിട്ട് ശ്രീ മുരുകദേവൻ എന്താ പറഞ്ഞത്? വീരബാഹുവിനോട് പറഞ്ഞു, സഹോദര, ഹൃദയത്തിൽ ഇരുട്ടറിഞ്ഞ ആ സൃഷ്ടാവിനെ കാരാഗൃഹത്തിലേക്ക് അടയ്ക്കൂ എന്ന് പറഞ്ഞു. കാരണം എന്താ? അത്രയും അഹങ്കാര ഭാവം ബ്രഹ്മദേവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനെന്ന ആ ഭാവം, ഞാൻ സൃഷ്ടികർത്താവാണ്, എനിക്കെല്ലാം അറിയാം, സകല വേദങ്ങളും എൻ്റെ കയ്യിലുണ്ട്, ആ ഒരു ചങ്കൂറ്റമായിരുന്നു ബ്രഹ്മദേവനെ കാരാഗ്രഹത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെ വീരബാഹു എന്ത് ചെയ്ത്? ബ്രഹ്മദേവനെ പിടിച്ച് കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി. വീരബാഹുവും മറ്റ് വീരന്മാരും കൂടി ബ്രഹ്മദേവന്റെ കൈകാലുകളെല്ലാം ചങ്ങല കൊണ്ട് ബന്ധിച്ച് സ്കന്ദസ്ഥലത്തിലുള്ള ഒരു ഗുഹയിൽ കൊണ്ടുപോയി കഥകില് ബന്ധിച്ചു വെച്ചു ബ്രഹ്മദേവനെ. എന്നിട്ടോ സ്കന്ദദേവ മഹിമകളെല്ലാം മറന്ന് ദേവനിന്ദ എന്ന മഹാപാപം ചെയ്യുന്നവൻ എത്ര തന്നെ മാന്യനാണെങ്കിലും ശരി, ശ്രേഷ്ഠമായിരിക്കുന്ന പദവികളുള്ളവനാണെങ്കിലും ശരി, കാരാഗ്രഹത്തിൽ കിടന്ന് നരകയാതനകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിന്റെ തെളിവാണ് സൃഷ്ടാവിന്റെ ഈ അനുഭവം. എത്ര വലിയ പൂജ ചെയ്യുന്ന ആളാണെങ്കിലും ശരി, ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്, ജപിക്കാറുണ്ട്, വായിക്കാറുണ്ട്, ഞാൻ ഒരുപാട് ഈശ്വരനെ പ്രാർത്ഥിക്കാറുണ്ട്, സഹസ്രനാമങ്ങൾ ചൊല്ലാറുണ്ട്, എന്നെ ആരെന്ത് ചെയ്താലും അവർക്ക് കിട്ടും, ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഭഗവാൻ പൊറുക്കും, ക്ഷമിക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരിക്കലുമല്ല, അത് തെറ്റായ ചിന്താഗതിയാണ്. നമ്മൾ ശരിയെന്ന പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയെന്ന ഉത്തരം ലഭിക്കൂ. അല്ലാത്ത പക്ഷം നമുക്ക് ബ്രഹ്മദേവൻ എന്ത് ലഭിച്ചോ അതുപോലെ തന്നെ ശിക്ഷ നമുക്ക് ഭഗവാനിൽ നിന്ന് ലഭിക്കും. അപ്പൊ ഇവിടെ എന്താ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഏത് വീരന്മാരാണെങ്കിലും ശരി, എത്ര അറിവുള്ളവനാണെങ്കിലും ശരി, സ്കന്ദദേവ മഹിമകൾ മറന്ന് ദേവനിന്ദ എന്ന പാപം ചെയ്തു കഴിഞ്ഞാൽ, ഒരിക്കലും ദേവനിന്ദ എന്ന പാപം ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള പാപം ചെയ്തു കഴിഞ്ഞാൽ എത്ര തന്നെ മാന്യന്മാരാണെങ്കിലും ശരി, ശ്രേഷ്ഠമായിരിക്കുന്ന പദവികളിൽ ഇരിക്കുന്നവരായാലും ശരി, കാരാഗ്രഹത്തിൽ കിടന്ന് നരകയാതന അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ ബ്രഹ്മദേവന് എന്ത് ലഭിച്ചത്? കാരാഗ്രഹവാസം ലഭിച്ചിരിക്കുന്നത്. അപ്പം സ്കന്ദദേവൻ ഇവിടെ സൃഷ്ടാവിന്റെ അനുഭവം നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ബ്രഹ്മാവിനെ കാരാഗ്രഹത്തിൽ അടച്ചതിന് ശേഷം സൃഷ്ടിയുടെ നിർവാഹം ജ്ഞാനപണ്ഡിതനായിരിക്കുന്ന ശ്രീ മുരുകൻ സ്വയം ഏറ്റെടുക്കുകയാണ്. സൃഷ്ടി ആര് നടത്തുന്നു? മുരുകൻ നടത്തുകയാണ്. ബ്രഹ്മദേവനെ കൊണ്ടുപോയിട്ട് നേരെ കാരാഗ്രഹത്തിൽ അടച്ചിട്ട് പിന്നെ ഇവിടെ സൃഷ്ടി ചെയ്യുന്നത് ആരാണ്? മുരുകദേവനാണ്. സൃഷ്ടിസ്ഥിതി സംഹാരാദികൾക്കെല്ലാം ഏകനാഥനായിരിക്കുന്ന സ്കന്ദദേവൻ സ്കന്ദസ്ഥലത്ത് എഴുന്നള്ളി ഏകമുഖത്തോടുകൂടി 4 കരങ്ങളോടുകൂടി ഇരുന്നിട്ട് ഒരു തൃക്കരത്തിൽ ജപമാലയും മറ്റൊരു തൃക്കരത്തിൽ കമണ്ഡലവും ധരിച്ച് മറ്റു കരങ്ങളിൽ ഒന്ന് അഭയകരമായിക്കൊണ്ട് ഒന്ന് വരദകരമായിക്കൊണ്ട് ഭഗവാൻ സൃഷ്ടി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. കാരണം എന്താ? ബ്രഹ്മദേവനെ കൊണ്ടുപോയിട്ട് കാരാഗ്രഹത്തിൽ അടച്ചു. അപ്പൊ അറുമുഖനായിരിക്കുന്ന സ്കന്ദദേവൻ ഇവിടെ എങ്ങനെ വന്നു? സ്കന്ദസ്ഥലത്തേക്ക് വന്നിട്ട് ഏകമുഖത്തോടുകൂടി, ഒരേ ഒരു മുഖത്തോടുകൂടി 4 കൈകളോടുകൂടി, ഒരു കൈയിൽ ഭഗവാന്റെ ഒരു കയ്യിൽ എന്താ ഉള്ളത്? ജപമാലയും മറ്റൊരു കരത്തില് കമണ്ഡലവും വെച്ചുകൊണ്ട് മറ്റ് എല്ലാ കരങ്ങളും ഭഗവാൻ മാറ്റി വെച്ചിട്ട് ഒരു കരത്തിൽ ജപമാലയും ഒരു കരത്തില് ഒരു കരത്തില് കമണ്ഡലവും വെച്ചിട്ട് അഭയമുദ്രയോടുകൂടി, ഭഗവാൻ അനുഗ്രഹിക്കുന്ന അഭയമുദ്രയോടുകൂടി അരുളി ചെയ്തുകൊണ്ട് സൃഷ്ടി നടത്തുകയാണ് ഇവിടെ. നവവീരന്മാരും ലക്ഷം വീരന്മാരും ഇന്ദ്രാദി ദേവന്മാരും എന്താ ചെയ്യുന്നത്? ശിവഗണങ്ങളും ഓംകാരനാഥ പരബ്രഹ്മമായിരിക്കുന്ന ശ്രീ സ്കന്ദദേവനെ വാനോളം പുകഴ്ത്തി സ്തുതിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരുപാട് സ്കന്ദദേവനെ വാനോളം പുകഴ്ത്തുകയാണ്. കാരണം ബ്രഹ്മദേവന്റെ ആ ഒരു അഹങ്കാരമാണ് ഇവിടെ ആര് ശമിപ്പിച്ചിരിക്കുന്നത്? സ്കന്ദദേവൻ. എന്നിട്ട് സ്കന്ദദേവൻ നേരെ സൃഷ്ടി നടത്തുകയാണ്. മനസ്സിലായില്ലേ? കാരണം എന്താ? നിനക്ക് സൃഷ്ടി നടത്താനുള്ള അനുവാദം നൽകിയിരിക്കുന്നത് ഞാനാണ് എന്ന് ഋഗ്വേദത്തിന്റെ തുടക്കമായിരിക്കുന്ന ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം ചോദിച്ചുകൊണ്ട് ബ്രഹ്മദേവന്റെ അഹങ്കാരം ഇവിടെ സ്കന്ദദേവൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ത്രിമൂർത്തികൾക്കും ഗുരുമൂർത്തിയായിരിക്കുന്ന ജ്ഞാനമൂർത്തി
സൃഷ്ടി തൊഴിലിൽ അത്ഭുതകരമായിരിക്കുന്ന തന്റെ സിദ്ധി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. സ്കന്ദദേവന്റെ സൃഷ്ടി മഹിമകൾക്കനുസൃതമായിട്ട് സ്ഥിതി നായകനായിരിക്കുന്ന ശ്രീ നാരായണനാലോ സംഹാരമൂർത്തിയായിരിക്കുന്ന ശ്രീ രുദ്രദേവനാലോ തങ്ങളുടെ തൊഴിലുകൾ ഉത്തമമായ മാർഗങ്ങളിൽ തുടരുവാൻ സാധിച്ചില്ല. ത്രിമൂർത്തികൾക്കും ഗുരുമൂർത്തിയായിരിക്കുന്ന ജ്ഞാനമൂർത്തി സൃഷ്ടി തൊഴിലിൽ അത്ഭുതകരമായിരിക്കുന്ന തന്റെ സിദ്ധി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ത്രിമൂർത്തികൾക്കും മുകളിൽ നിന്നുകൊണ്ടാണ് സ്കന്ദദേവൻ എന്ത് ചെയ്യുന്നത്? സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കന്ദദേവന്റെ സൃഷ്ടി മഹിമകൾക്കനുസൃതമായിട്ട് സ്ഥിതി നായകനായിരിക്കുന്ന ആരാണ് സ്ഥിതി നടത്തുന്നത്? ശ്രീനാരായണൻ. അപ്പോ നാരായണനെ കൊണ്ടോ സംഹാരമൂർത്തിയായിരിക്കുന്ന ശ്രീ രുദ്രദേവനെ കൊണ്ടോ തന്റെ തൊഴിലുകൾ ഉത്തമമായ മാർഗങ്ങളിൽ തുടരാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? സ്ഥിതി സംഹാരാദികൾ സ്വയം ഏറ്റെടുത്ത ശ്രീ മുരുകദേവൻ ത്രിമൂർത്തികളിലും അഗ്രഗണ്യനായി വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ എല്ലാത്തിനും മുകളിൽ നിന്നുകൊണ്ടാണ് തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുന്നിൻ മീതിയെ കൊളുത്തിയ ദീപനാളം പോലെ ഏകാത്മാവായിട്ട് ഇവിടെ സ്കന്ദദേവൻ തെളിഞ്ഞു നിൽക്കുകയാണ്. ആത്മാവിനുള്ളിൽ പരമാത്മാവായും നിത്യ ചൈതന്യ പ്രകാശമായും വേദാതിനായകനായും സൃഷ്ടി സ്ഥിതി സംഹാര കൃപാദാനം ഇത്യാദി 5 ഗുണങ്ങളുടെയും നായകനായി വിളങ്ങുന്ന ശ്രീ സ്കന്ദദേവൻ സൃഷ്ടി എന്ന തൊഴിൽ സ്വയം ഏറ്റെടുക്കുകയാണ്. ഇവിടെ 5 തൊഴിലും ഭഗവാൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ചെയ്തതിൽ ഇവിടെ ഒന്നും നമുക്ക് അത്ഭുതപ്പെടാനില്ല, അല്ലെ? ശ്രീ സ്കന്ദദേവനാൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാക്കളെല്ലാം പുണ്യാത്മാക്കളായിരുന്നു. ശ്രീ മുരുകദേവ സൃഷ്ടികളിൽ പാപത്തിന്റെ കണികകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാ ആത്മാക്കളിലും ജ്ഞാനശക്തിയും ശിവമാഹാത്മ്യവും പൂർണ്ണമായിട്ട് നിലനിന്നിരിക്കുകയാണ്. മൂലകാരണമായിരിക്കുന്ന മായയിൽ കൂടി ഉപകാരമായിരിക്കുന്ന ശക്തിയിൽ കൂടിയും സൃഷ്ടി നടത്തിയ ശ്രീ സ്കന്ദദേവൻ സൃഷ്ടിക്കപ്പെടേണ്ടവയെ സൃഷ്ടിപ്പിച്ച് രക്ഷിക്കപ്പെടേണ്ടതെല്ലാം രക്ഷിച്ച് സംഹരിക്കപ്പെടേണ്ടതെല്ലാം സംഹരിച്ച് സകലാധാര മൂല കാരണമായി വിളങ്ങി ബ്രഹ്മദേവനെ കാരാഗ്രഹത്തിലാക്കിയ ശ്രീ സ്കന്ദദേവൻ അനേക കാലം സൃഷ്ടികൾ നടത്തിയിട്ട് അങ്ങനെ അരുളി ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ബ്രഹ്മദേവൻ കാരാഗ്രഹത്തിലേക്ക് പോകുന്നത്. അപ്പം ഇവിടെ അഹങ്കാരം എന്ന് പറയുന്ന, അഹം എന്ന് പറയുന്ന, ഞാനെന്ന ഭാവം, ആ ഒരൊറ്റ ചിന്ത കൊണ്ടാണ് ബ്രഹ്മദേവൻ കാരാഗ്രഹത്തിലേക്ക് പോയത്. അപ്പൊ അങ്ങനെ കാരാഗ്രഹത്തിലേക്ക് പോകാതിരിക്കാൻ എന്ത് വേണം? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം. 4 കാര്യങ്ങൾ ഓർക്കുക. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നത്. അഹം എന്ന് പറയുന്ന ബോധത്തെ മാറ്റിവെച്ചുകൊണ്ട് എപ്പോഴാണോ നമ്മൾ ഭഗവാന്റെ തൃപാദങ്ങളിലേക്ക് വരുന്നത് അവിടെ മാത്രമാണ് നമുക്ക് സമാധാനം ലഭിക്കുക. അപ്പം സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മദേവനോട് ഋഗ്വേദത്തിന്റെ ആദ്യ ഓങ്കാര പൊരുളായിരിക്കുന്ന പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം ചോദിച്ചിട്ടാണ് സ്കന്ദദേവൻ ബ്രഹ്മദേവന്റെ അഹങ്കാരം മാറ്റിയത്. അതുകൊണ്ട് എല്ലാവരും ഓം എന്ന് പറയുന്ന അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക, ഭഗവാന്റെ തൃപാദങ്ങളിൽ അഭയം പ്രാപിക്കുക, ഞാൻ എന്ന ഭാവത്തെ എടുത്ത് വെളിയിൽ കളയുക, ജപിക്കുക, വായിക്കുക, ഭഗവാനിൽ സ്വയം സമർപ്പിതരാവുക. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്, ഹര ഹര മഹാദേവ്. ഓം ശ്രീ മാത്രേ നമഃ. ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഹരേ കൃഷ്ണ. മാക്സിമം എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യും. ഓക്കെ.